Yes. Okay, first of all, hello. Yeah. എൻ്റെ റിയൽ മണി റിയൽ പീപ്പിൾ റിയൽ ടോക്ക് എന്നുള്ളൊരു വീഡിയോയുടെ ഒരു പ്ലേലിസ്റ്റിലെ ഒരു വീഡിയോ ആണിത്. സോ എൻ്റെ കൂടെ ഉള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ഹായ്, എൻ്റെ പേര് ഹക്കീം. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ്. എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പറാണ്. എത്ര നാളായി ഇപ്പം ആക്ച്വലി കമ്മ്യൂണിറ്റി നമ്മുടെ ഇതിലേക്ക് വന്നിട്ട്? ജൂലൈയിൽ വന്നു. ജൂലൈ 2025 ജൂലൈ. ഓക്കെ. ഓവറോൾ ട്രേഡിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പോൾ ഏകദേശം 3 വർഷം. 3 വർഷം. 3 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പം നിനക്ക് എത്ര വയസ്സുണ്ട്? 21. അതെ, 3 വർഷം എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ഇത് കയറിയത് 17 വയസ്സിലാണ്. 17 വയസ്സിലാണ്. 17 വയസ്സിൽ കയറി ഞാൻ അവിടെ തൊട്ട് പറഞ്ഞോ? അത് പറയണം. ലൈക്ക് എങ്ങനെയാണ് ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ വരെ എത്തിയത് എന്നുള്ളത്. അതിപ്പം ഫസ്റ്റ് തൊട്ട് പറയാം. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടിട്ടാ. അതായത് എൻ്റെ മൈൻഡിലൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇൻസ്റ്റാഗ്രാമിൽ റീൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏത് രീതി ചെയ്യണോ, ഏത് വഴി പോകണമെന്ന് അറിയില്ലായിരുന്നു. ഓക്കെ. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കിങ്ങനെ ഒരു റീല് കണ്ടപ്പോൾ അതിനകത്ത് ചാർട്ട് സംതിങ് കണ്ടു. ഓക്കെ. സോ അതിൻ്റെ പുറകെ പോയപ്പോഴാണ് ഫസ്റ്റ് ഷാരൂഖ് ഷംസുദ്ദീൻ്റെ ക്ലാസ് കണ്ടത്. ഓക്കെ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം അതിനകത്ത് ഞാൻ ആദ്യം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടത് ഒരു 300 രൂപ. 300 രൂപ ഇട്ടിട്ട് അതിനൊരു 5 രൂപ നഷ്ടം വന്നു. ഓക്കെ. വിഡ്രോ അടിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു സാധനം വേണം. അന്ന് എനിക്ക് ഫണ്ടഡ് ഫേംസോ ഫോറക്സോ ഒന്നും അറിയില്ല, സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമേ അറിയുള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്യണം. ഇതിന് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി പണിക്ക് പോയി. ഓക്കെ. ഞാൻ പോയെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൊമാറ്റോടാണ് പോയത്. അപ്പോൾ സൊമാറ്റോടാൻ വേണ്ടി ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പോയി. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ അന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ക്യാപിറ്റൽ എന്ന് പറയുമ്പം നമുക്കത് ഓടി ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് കോതമംഗലത്താണ്. അപ്പോൾ അവിടെ നിന്ന് എറണാകുളം വരെ ഞാൻ പോയിട്ട് അവിടെ ഓടണം, എന്നിട്ട് രാത്രി തിരിച്ചു വരണം. അപ്പോൾ ആ നമ്മുടെ എക്സ്പെൻസും വണ്ടിയുടെ ചിലവും പെട്രോളെല്ലാം അവിടെ കൂട്ടി നടക്കില്ല അത്. അപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞാണ് ഈ ഫോറക്സ് അല്ലെങ്കിൽ ഫണ്ടഡ് ഫേംസിലേക്ക് വന്നത്. പക്ഷേ ഫണ്ടഡ് ഫേംസിലേക്ക് വന്നു കഴിയുമ്പോഴും എനിക്കൊരു പ്രോപ്പർ എഡ്ജില്ലായിരുന്നു മാർക്കറ്റിൽ. ഓക്കെ. പ്രോപ്പർ എഡ്ജില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം പോയി പഠിച്ചിട്ടുണ്ട്. അതായത് ICT ആയിക്കോട്ടെ, പിന്നെ SMC എന്ന് പറഞ്ഞൊരു സംഭവമില്ല, അതൊന്നും ആയിക്കോട്ടെ, മിക്ക ഇൻഡിക്കേറ്റർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ മിക്ക സ്ട്രാറ്റജിയും ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രശ്നം ഓക്കെ അല്ല, ലൈക്ക് ഇപ്പം ICT-യിലൊക്കെ ഏത് സമയത്ത് ഏത് ഇയറിലാണ് എത്തിപ്പെടുന്നത്? ICT-യിൽ 2024 ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് 2 ഇയറോളം ICT-യിൽ സ്പെൻഡ് ചെയ്തു? ഇല്ലില്ല, അത്ര സ്പെൻഡ് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് 1 ഇയർ. ICT-യുടെ ക്ലാസ്സിനേക്കാളും ഞാൻ കൂടുതൽ പഠിച്ചത് ICT-യുടെ ഓരോ തിയറികളാണ്. അതായത് മൊത്തം മെൻറ്റർഷിപ്പ് എടുക്കുന്നതിന് പകരം ഞാൻ ഈ കോർ കണ്ടൻസ് പോലെ. ഓക്കെ. അങ്ങനെ കോർ കണ്ടൻസ് നമ്മുടെ ഈ PDR, ഈ OT പോയിന്റ്സ്, അങ്ങനത്തെ സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ കൂടുതൽ വന്നത്. ഓക്കെ. സോ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ ഞാനെന്ന് പറയുന്ന നല്ലതൊക്കെ എത്തിപ്പെട്ടത് എപ്പോഴാണ്? 2025 മുമ്പ് എത്തിപ്പെട്ടെ. ഞാൻ ബ്രോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മെൻറ്റർഷിപ്പ് എടുക്കാൻ വേണ്ടി അല്ല ഫസ്റ്റ് മെസ്സേജ്. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വിളിച്ചിട്ട് ബ്രോനെ എന്നാണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ എന്നെ ഒന്ന് മെൻറ്റ് ചെയ്യാൻ പറ്റുമോ, എൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, പക്ഷേ ബ്രോയ്ക്ക് എന്നെ ഒന്ന് മെൻറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. കാരണം ബ്രോയ്ക്ക് എന്നെക്കാളും കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ എങ്ങനെയും എത്തണം, മനസ്സിലായി? എനിക്ക് ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട്, ഐ നീഡ് ടു റീച്ച് ദെയർ, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. അപ്പം ഞാൻ കുറേ ആൾക്കാർക്ക് മെസ്സേജ് ഉണ്ട്, പുറത്തുള്ള ആൾക്കാർക്ക് മെസ്സേജ് ഉണ്ട്, ഇവിടെയുള്ള പല ആൾക്കാർക്ക് മെസ്സേജ് ഉണ്ട്. പക്ഷേ എനിക്ക് ബ്രോനെ കണ്ടപ്പോൾ ഒരു ജെന്യൂനാന്ന് തോന്നി ഫസ്റ്റ് തന്നെ. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ ഒരു റോയാ മൊത്തത്തിൽ. അതായത് ഞാൻ പറയാം, ഒരു ഫിൽറ്ററില്ല, ഡോപ്പമിനില്ല, കാര്യങ്ങളൊന്നും. നമ്മൾ വരുന്നു പക്ക റോ ആയിട്ട് സംസാരിക്കും, മനസ്സിലാവും? ആ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്കായിരുന്നു തോന്നില്ലേ. അത് പിന്നെ ബ്രോ പറയുന്നു മറ്റേ സെറ്റപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ സംഭവത്തില്ലേ. എനിക്ക് തോന്നി സെറ്റപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ശരി, എനിക്ക് സെറ്റപ്പ് ഉണ്ടോ, എനിക്ക് സ്ട്രാറ്റജി അറിയുള്ളൂ. നമ്മൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു സാധനം നമുക്കറിയുള്ളൂ, അല്ലാണ്ട് ലൈഫ് സ്റ്റൈലോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല, മനസ്സിലായി? അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിന് ഇപ്പം നമുക്ക് മനസ്സിലാകുമ്പോൾ അതിന് കുറേ തെറ്റുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. കുറേ അല്ല, അത്യാവശ്യം നല്ല തെറ്റുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അന്നേരമാണ് എനിക്ക് പ്രോപ്പർ സെറ്റപ്പ് എന്നാന്ന് അറിയില്ല, പക്ഷേ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ബ്രോനോട് ചോദിച്ചത്, ബ്രോ എൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടെന്നാണ് ബ്രോനോട് ഞാൻ പറയണേ, പക്ഷേ എന്നെ ഒന്ന് മെൻറ്റ് തരാൻ പറ്റുമെന്ന് ചോദിക്കണം. അത് അഡ്വൈസ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കണം, മനസ്സിലായി? അപ്പോൾ ബ്രോ പറഞ്ഞു, എടാ എനിക്കത് പറ്റില്ല, എനിക്ക് നിൻ്റെ വേറൊരാൾ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ടോയെന്ന് മനസ്സിലാവില്ല, നീ എൻ്റെ സെറ്റപ്പാണ് ചെയ്യണമെങ്കിൽ എനിക്ക് നിന്നെ മെൻറ്റ് തരാൻ പറ്റും, അല്ലെങ്കിൽ കാര്യങ്ങൾ തിരുത്തി തരാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മെൻറ്റർഷിപ്പ് എടുത്തില്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നേരം എൻ്റെ ഫണ്ടില്ലായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
കുറേ നാളോടെ കഴിഞ്ഞിട്ടാണ് മെൻറ്റർഷിപ്പിലേക്ക് വന്നത്. കാരണം അന്ന് നമ്മൾ വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ബ്രോക്ക് എന്നെ ഓക്കെ ആയിരുന്നു, അല്ലായിരുന്നോ? ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെൻറ്റർഷിപ്പിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഇത് തന്നെയാണ് പറയേണ്ടത്. പറഞ്ഞോ. മെൻറ്റർഷിപ്പിലേക്ക് വന്നിട്ട് ഫസ്റ്റ് എനിക്ക് VLP പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി. അത് ലൈക്ക് അതത്ര സിമ്പിൾ ആയിട്ടാണോ അങ്ങനെ തോന്നുന്നത്? അതോ അന്നത്തെ തന്നെ ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഞാൻ 2025 VLP എങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഒരു പാറ്റേൺ പോലെ നമ്മുടെ സെറ്റപ്പ് സുഖമായിട്ട് പാറ്റേൺ പോലെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യാൻ പറ്റും, ഏത് മാർക്കറ്റിലും എങ്ങനെ ചെയ്യാം, അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ലോജിക്കോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് എക്സിറ്റ് പോയിന്റ് ഒന്നും നോക്കാണ്ട് ഡയറക്റ്റ് VLP ILP ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇത് നമ്മൾ കണ്ടതാ 2025. അപ്പം ഞാൻ പറഞ്ഞ പോലെ VLP എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി. ഏകദേശം ഒന്നര ആഴ്ച എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട കാര്യം. ഈവൻ ദോ നിനക്ക് പെട്ടെന്ന് തന്നെ VLP കിട്ടിയിട്ട് നീ പ്രോഫിറ്റബിൾ ആയിട്ടില്ലായിരുന്നു. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് ആക്ച്വലി? അപ്പം ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനം അപ്പോൾ നിനക്ക് കിട്ടിയത്. അപ്പോൾ ആ സെറ്റപ്പിലേക്ക് ആക്കി ആ ഒരു ഡിസിപ്ലിനിലേക്ക് ബിൽഡ് ചെയ്ത് വന്നത്, ആ ഒരു പ്രോസസ്സ് ഇനിയും പറ. അതാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിൻ്റെ കേൾക്കേണ്ട ഒരു കാര്യം. ഞാൻ അതിന് മുന്നേ പറയട്ടെ, ലൈക്ക് ഞാനിപ്പോൾ ആരെയും ഇപ്പം എൻ്റെ മെൻറ്റർഷിപ്പിലുള്ളവരെയൊക്കെ ലൈക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവരോട് ഞാൻ ഡിസിപ്ലിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ കൺസിസ്റ്റൻ്റ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവനെയാണ് ഞാൻ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. ഇവനെ ഇങ്ങനെ ചെയ്തു, അപ്പോൾ ഇവനിങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ആയിരുന്നു. ഇവൻ്റെ തുടക്കകാലത്ത്, അതായത് ഇപ്പോൾ ഈ സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് ഭയങ്കര അൺഡിസിപ്ലിൻഡ് ആയിരുന്നു. അത് ഇവൻ പറയും ആക്ച്വലി. ഇങ്ങോട്ട് നീങ്ങുന്നു പറഞ്ഞോ എങ്ങനെയായിരുന്നു ആക്ച്വലി ആ ഒരു. ഇപ്പം ഓൾറെഡി ഇപ്പം ഈ ഒരു സിനാരിയോ കൂടെ കുറേ ആൾക്കാർ കടന്നു പോകുന്നുണ്ടാവും. അവർക്ക് മാർക്കറ്റ് നടക്കുന്ന ഇപ്പം VLP ILP കിട്ടിയപ്പോൾ നിനക്ക് ഈ സാധനം വർക്കിംഗ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്, മാർക്കറ്റ് വന്നിട്ടും ചെയ്താൽ പക്കയാന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ യു ആർ സ്റ്റിൽ നോട്ട് പ്രോഫിറ്റബിൾ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞ 26-ാം തീയതി വിഡ്രോൾ എടുത്തു. അപ്പോൾ ആ ഒരു വിഡ്രോയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെ ആക്ച്വലി? അതായത് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2025 എൻ്റെ ജേണലിനകത്ത് തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ജേണൽ കണ്ടെല്ലാം മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് തന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ പാറ്റേൺ റെഡി ചെയ്തുകൊണ്ട്. ഇപ്പം നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ VLP തന്നെ നമുക്ക് പാറ്റേണായിട്ട് ചെയ്യാലോ. അപ്പം അതിനകത്തെന്ന് പറയുമ്പോൾ അന്ന് നമുക്കൊരു ലോജിക്കില്ല മാർക്കറ്റിൽ. അത് ഇവിടെ നിന്ന് എൻ്റർ നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആവണം, അല്ലെങ്കിൽ എന്തിന് എൻ്റർ ആവണം, അല്ലെങ്കിൽ എന്തിന് എക്സിറ്റ് ആവണം. അല്ലെ ഏറ്റവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയ മാർക്കറ്റിൽ വന്നു. ഇന്നെന്ന് പറയുമ്പോൾ ട്രേഡ് ചെയ്യാനല്ല തന്നെ കയറുക, നമ്മുടെ സിസ്റ്റം കൊണ്ട് എടുക്കുക അത്രേ ഉള്ളൂ. പക്ഷെ അന്ന് ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. അന്ന് ട്രേഡ് ചെയ്യണം ടെൻഡൻസി ആയിരുന്നു. പിന്നെ അപ്പോൾ അത് സൈക്കോളജിക്കലി, പിന്നെ ടെക്നിക്കലി പക്കയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് എല്ലാം അറിയായിരുന്നു ടെക്നിക്കലി. പക്ഷെ അത് നമ്മൾ ടെക്നിക്കലി മാത്രം ഒക്കെ ആയിട്ട് കാര്യമില്ല, സൈക്കോളജിക്കലി എല്ലാ രീതിയിലും ഓക്കെ. അപ്പോൾ സൈക്കോളജിക്കലി പിന്നെ എന്നെ ഏറ്റവും ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഫോമോ ആയിരുന്നു. അത് എൻ്റെ ആദ്യം ബ്രോയ്ക്ക് മനസ്സിലാവും. അതായത് എൻ്റെ പണ്ടൊരു അപ്പെക്സ് പാസ്സായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ വിഡ്രോൾ എടുത്തിട്ടില്ല. അത് നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതെനിക്ക് എപ്പോഴും ഒരു ഗുഡ് ലെസണാണ്. ഞാൻ അതിന് ഒരിക്കലും വിഡ്രോൾ എടുക്കരുതായിരുന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് അന്ന് വിഡ്രോൾ എടുത്തറിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നതിന് അത് ഭയങ്കര മോശമാണ് കാര്യം. അത് നമ്മളിപ്പോൾ റോങ് ആയിട്ടൊരു സാധനം ചെയ്തതിനകത്തും റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് കിട്ടുന്നത് ഭയങ്കര ഈസി ആയിട്ടായിരിക്കും. പിന്നെ നമ്മുടെ ബ്രെയിൻ എപ്പോഴും അത് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ. ആ അക്കൗണ്ട് ശരിക്കും ഞാൻ പാസ്സായി ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ബിഗിനറിലൊക്കെ ആയിട്ടാണ് കൂട്ടിയത്, വേറെ ഒന്നും കൂട്ടിയിട്ടില്ല. റിയലി ഞാൻ ഈ അക്കൗണ്ട് പാസ്സാക്കിയത് ഈ അക്കൗണ്ട്. അത് ഞാൻ ശരിക്കും പ്രോപ്പർ സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്ത്. അതെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമ്മളൊരു വിഡ്രോൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചലഞ്ച് പാസ്സാവും കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പം ലൈക്ക് ഇപ്പം അതും ഇപ്പം ആദ്യമേ നീ പറഞ്ഞായിരുന്നു, ലൈക്ക് ഞാൻ ദിൽജിത്തിനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞിട്ട് അവൻ എങ്ങനെയാ ചലഞ്ച് പാസ്സായി എഫെക്സിൻ്റെ. പക്ഷേ അവന് ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. അതായത് അവൻ ചലഞ്ച് പാസ്സായി, പക്ഷേ ഈ അവന് PA അക്കൗണ്ട് കിട്ടിയപ്പോൾ അത് ചെയ്യാൻ പറ്റുമോന്ന് പോലും അവൻ അറിയത്തില്ല. അത് അപ്പെക്സ് എനിക്ക് പാസ്സായപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്കത് ഓക്കെ ആയിരുന്നു. ഇന്നത്തെ എൻ്റെ മൈൻഡ് വെച്ച് നോക്കുമ്പോൾ ഞാൻ പാസ്സാക്കിയത് എനിക്ക് ഓക്കെ അല്ല. അത് ശരിക്കും ഞാൻ അവിടെ പേയോട്ട് എടുക്കലായിരുന്നു എന്ന് തന്നെ ഇപ്പം ഞാൻ പറയും. മനസ്സിലായി, എടുത്തില്ലല്ലോ. അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ 2025 എൻഡിലേക്ക് തന്നെ. ഈ എൻഡിലേക്ക് വരുമ്പോഴാണ് ഞാൻ 3 അക്കൗണ്ട് അടുപ്പിച്ച് ഫെയിലാക്കണം MFF തന്നെ. ആ MFF 3 അക്കൗണ്ട് അടുപ്പിച്ച് ഫെയിലാക്കണമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചാപ്റ്റർ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 അക്കൗണ്ട് ഫെയിൽ ആവാൻ കാരണം ഫോമോ ആയിരുന്നു. കാരണം ടെക്നിക്കലി പക്കയായിരുന്നു, പക്ഷെ ലോജിക്കില്ലായിരുന്നു. അത് നോട്ട് ചെയ്യണം. പിന്നെ ഫോമോ എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ പ്രോബ്ലം കാരണമാണ് ആ 3 അക്കൗണ്ട് അടുപ്പിച്ച് ഫെയിൽ ആയിപ്പോയത്. അത് ബ്രോ എന്നോട് പറയണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഞാൻ നോക്കും ഫോമോ ഫോമോ ഉണ്ട്. കാര്യം
സെറ്റപ്പ് വൈസ് ഇപ്പം നമുക്ക് ഇപ്പം നമ്മുടെ റിവേഴ്സിലാണ് ക്യാച്ച് ചെയ്യുന്നതെങ്കിൽ പോലും അതിപ്പോൾ ഞാൻ സെറ്റപ്പ് വൈസിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. എന്നാലും ഞാൻ പറയാം, റിവേഴ്സിലാണ് ക്യാച്ച് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് കുറേ കൺഫർമേഷൻ വേണം. പക്ഷെ ആ കൺഫർമേഷന് വേണ്ടി ഇവൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ട്രേഡ് ആ പാറ്റേൺ കാണുന്നു, ഉടനെ കറക്റ്റ് എടുത്ത് ട്രേഡ് എടുക്കും. ആ ലോജിക്ക് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ട്രേഡ് നമ്മുടെ സെറ്റപ്പ് വേണം VLP ILP വേണമെങ്കിൽ മെക്കാനിക്കലായിട്ടും ചെയ്യാം, ഡിസ്ക്രിഷണറി മെത്തേഡായിട്ട് വേണമെങ്കിലും ചെയ്യാം. ആ ഒരു മെക്കാനിക്കലി മാത്രം ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ആ സെറ്റപ്പ് ആ കാണുന്ന പാറ്റേൺ ട്രേഡറായിട്ട് മാറും. ഡിസ്ക്രിഷണറിയിലേക്ക് വരുമ്പോഴാണ് ആക്ച്വലി ആ ലോജിക്ക് അല്ല എന്തുകൊണ്ട് ആക്ച്വലി അവിടെ നിന്ന് റിവേഴ്സിൽ മാർക്കറ്റ് പോകണം, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ വേണമെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നത്. ഞാനിവിടെ ഈ ഒരു സംഭവം സ്റ്റോപ്പ് ചെയ്തിട്ട് നിന്നോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ആക്ച്വലി ആ ഒരു പക്കാ ഇതാണ് മെയിൻലി ആൾക്കാർക്ക് അറിയേണ്ടത്, അല്ലെ എനിക്കും അറിയേണ്ടത്. ഞാൻ അതുകൊണ്ട് ഇൻഡെപ്തായിട്ട് നിന്നോട് ചോദിക്കാൻ ഈ വീഡിയോ തന്നെ ചോദിച്ച് മനസ്സിലാക്കാന്ന് വിചാരിച്ചത്. പക്കാ ഒരു അൺഡിസിപ്ലിൻ പാത്തിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് നീ ഡിസിപ്ലിൻഡ് ആകുകയും പേഔട്ടിലേക്കൊക്കെ എത്തിപ്പെടുകയും ചെയ്തു. അത് ഇൻ പ്രോപ്പർ വേ പക്കയായിട്ട് തന്നെ. അതെങ്ങനെ ആക്ച്വലി ഒറ്റയടിക്ക് പറയണോ? യെസ്, ഒറ്റയടിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് വേണമായിരുന്നു. എനിക്ക് അത്ര ഇത് ആർന്നത്. അതായത് എനിക്ക് 21 വയസ്സ് കഴിഞ്ഞതിന് മുമ്പ് എൻ്റെ പേരിൽ എത്രയുള്ള നെറ്റ്വർക്ക് വേണമെന്ന് എനിക്കുണ്ടാവും. എത്രയെങ്കിലും ആയിക്കോട്ടെ. മെയ്ഡ് ഫ്രം സ്കിൽ. അതെനിക്ക് അത്ര നിർബന്ധമാണ്. ഓക്കെ, സോ you literally believe that when there is need you will obviously follow the rule. Yes. Yeah. So unprofitable ആകുക എന്ന് പറയുന്നത് even if you have setup അത് ആരുടെ കുഴപ്പമായിരിക്കും? What do you think? അല്ല, അങ്ങനെ ചോദിക്കാൻ ശരിയാകത്തില്ല. ചോദ്യം കറക്റ്റ് അല്ല. അതായത് നീ ആ സമയത്ത് യു ഹാവ് സെറ്റപ്പ് ആൻഡ് എവറിത്തിങ് ആൻഡ് സ്റ്റിൽ നീ പ്രോഫിറ്റബിൾ ആയിരുന്നില്ല, അത് നിന്റെ കുഴപ്പമായിട്ട് മാത്രം നീ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? അത് എൻ്റെ കൂടെ മാത്രമാണ്. കാരണം നമ്മുടെ എല്ലാം ഉണ്ട്. ആ ഒരു നമ്മുടെ ആ സ്റ്റഡി ചെയ്യാനൊന്നുമില്ല, എല്ലാം മനസ്സിലാക്കാൻ. അപ്പൊ അതിനകത്ത് ഈച്ച് ആൻഡ് എവറിത്തിങ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ബ്രോനോട് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല, അതിനകത്ത് എല്ലാം ഉണ്ട്. പക്ഷേ എന്നിട്ട് ഞാൻ എന്നോട് ഡൗട്ട് ചോദിച്ച ആൾക്കാരിൽ ഭയങ്കര നീ എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടില്ല ടീച്ചിങ് കണ്ടന്റ്സിൽ. ഞാൻ ബ്രോയ്ക്ക് അയച്ചേക്കണ മെസ്സേജിന് പക്ഷെ അളവില്ല. പക്ഷെ അത് പലതും വേറെ കണ്ടന്റ്. ഈ ഇതിന്റെ ടെക്നിക്കലി ചോദിച്ചാൽ ഭയങ്കര കുറവാ. എല്ലാം സൈക്കോളജിക്കൽ സൈഡും അല്ലെങ്കിൽ എങ്ങനെ അവിടെ ഇപ്പം എങ്ങനെ അവിടെ എന്താണ് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എന്നോട് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ലൈക്ക് അത് ഇപ്പം ഓക്കെ ഒറ്റ വാക്കിൽ നീ പറഞ്ഞു. ഇനിയിപ്പോൾ അതിനെ കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് പറ. ഹൗ യു ബിക്കെയിം പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ്? ജസ്റ്റ് ഫോളോ ദ സിസ്റ്റം. ഓക്കെ, അതാണ് ഡിസിപ്ലിൻ. ഹൗ എങ്ങനെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞു? ലൈക്ക് ഇപ്പം നമുക്കിപ്പം എക്സാമ്പിൾ പറയുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് നിങ്ങൾ ജസ്റ്റ് ഇത്ര % റിസ്ക് ചെയ്യാവും ഇത്ര. പക്ഷെ ഒരു ലോസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഒരു ലോസിങ് സ്ട്രീക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സ്റ്റിൽ അയാളുടെ സെറ്റപ്പിനെ ട്രസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ ദർ ഷുഡ് ബി എ സ്ട്രോങ് റീസൺ. അതിനിപ്പം നമ്മൾ അങ്ങനെ ഫോളോ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് തന്നെ ഒരു ഉറപ്പ് വേണം, നമുക്ക് തന്നെ ഒരു ട്രസ്റ്റ് വേണം. അതായത് നമ്മളെ സിസ്റ്റം വർക്ക് ആവണ കണ്ടിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് വർക്ക് ആവണം നമ്മൾ. മനസ്സിലായി. അപ്പൊ നമ്മുടെ വർക്ക് ആവണ കാണണമെങ്കിൽ അതെ ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും ലൈവ് ഇരിക്കുന്ന അവിടെയാണ്. കഴിഞ്ഞ നീ വരുന്നതിന് മുന്നേ പോലെ അതാ. അപ്പൊ അത്രയും നാളും ഞാൻ ഈ സെയിം സാധനമാണ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ വിൻ റേറ്റ് കാണുന്നുണ്ട്, എൻ്റെ പ്രോഫിറ്റ് കാണുന്നുണ്ട്, വിഡ്രോവൽ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട് ആക്ച്വലി. ബട്ട് അതിൽ കാര്യമില്ല സത്യം പറഞ്ഞാൽ. ഇല്ല, നമ്മുടെ സ്വന്തം ജേണലിൻ്റെ അത് നമുക്ക് ട്രസ്റ്റ് കാണണം. അത് എനിക്കങ്ങനെ വന്നെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെർട്ടൺ എമൗണ്ട് ഓഫ് ട്രേഡ് എടുക്കുമല്ലോ. ഈ സെർട്ടൺ എമൗണ്ട് ഓഫ് ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അൽഗോറിതം കിട്ടും. അതായത് നമ്മുടെ വിൻ റേറ്റ് ഇപ്പം എൻ്റെ ആദ്യത്തെ 100 ട്രേഡിൽ ഒരിക്കലും ഞാൻ എൻ്റെ വിൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോയ്ക്ക് എനിക്കറിയാം. ഇനി അതിൻ്റെ അടുത്ത 100 ട്രേഡിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്നെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഒരു സെർട്ടൺ വിൻ റേറ്റ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു വിൻ റേറ്റ് കാണുമ്പോൾ നമുക്കൊരു 10 ട്രേഡിൽ എത്ര SL അടിക്കും നമുക്ക് ഉറപ്പുണ്ടാകാൻ പറ്റും. അപ്പം നമ്മുടെ സിസ്റ്റം വെച്ച് നോക്കുവാണെങ്കിൽ ആ ഒരു കറക്റ്റ് SL അടിച്ചാലും വി ഡോണ്ട് കെയർ, കാരണം നമ്മൾ കറക്റ്റായിട്ട് റിസ്ക് മാനേജ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ അക്കൗണ്ട് ബ്ലോ ആയാലും വി ഡോണ്ട് കെയർ, നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ടോ? അതെ, ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ലൈക്ക് ഇപ്പം P&L നോക്കുന്നതാണ് ഏറ്റവും വേസ്റ്റ് ഇത്. പക്ഷെ നോക്കിപ്പോവും. അത് ആസ് എ ബിഗിനർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾ അങ്ങനെ നോക്കിപ്പോവും. P&L നോക്കിയാലല്ലേ നമുക്ക് എത്രത്തോളം ഇനി റിസ്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തുള്ളൂ. അതൊരു കാര്യമാണ് ആക്ച്വലി. പക്ഷേ ഇന്നെ ഒരു കോൺ ആൻഡ് കോട്ടർ പറയുകയാണെങ്കിൽ ആക്ച്വലി P&L ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മുടെ സ്കില്ലിരിക്കുന്നത്. ഈ P&L ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പറയുമ്പോൾ നമ്മൾ മെൻ്റലി ഡൗൺ ആയി പോകും. അതെന്ന് പറയുമ്പോൾ ഇപ്പം മെയിൻലി നമുക്ക് ഈ ഫ്യൂച്ചേഴ്സിൽ കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം 30 days ലിമിറ്റ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഈ ലാസ്റ്റ് വീക്കിലേക്ക് ആകുമ്പോൾ നമ്മുടെ P&L എവിടെയാണോ ആ രീതിയിൽ നമ്മുടെ മൈൻഡ് ആക്ട് ചെയ്യും. സോ നമ്മുടെ മൈൻഡ് ആയിരിക്കും ട്രേഡ് ചെയ്യണം. നമ്മുടെ പ്രോപ്പർ സിസ്റ്റം ഫോളോ ചെയ്യില്ല, റിസ്ക് മാനേജ് ചെയ്യില്ല.
അത് ഇമോഷണൽ എൻട്രീസ് ഇമോഷണൽ എൻട്രീസ് ആയിരിക്കും മൊത്തം ഉള്ളൂ. ടെക്നിക്കൽ എൻട്രീസ് ആദ്യം നമ്മൾ ബാഡ് ട്രേഡിൽ എൻട്രി ചെയ്ത് പകുതി അക്കൗണ്ട് വാഷ് ആക്കിയിട്ട് പിന്നെ ബ്ലോ ആക്കിയിട്ടായിരിക്കും നമുക്ക് നല്ല എൻട്രി വന്നത്. സോ നമുക്ക് നല്ല എൻട്രി എടുക്കാനുള്ള അക്കൗണ്ട് ഉണ്ടാവില്ല. നീ തുടക്കത്തിലെ ഫ്യൂച്ചേഴ്സ് ആണോ ചെയ്ത് തുടങ്ങിയത്? അല്ല ഫോറക്സിൽ ഫ്യൂച്ചേഴ്സ്. ഫോറക്സിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നിട്ടും ഫോറക്സിൽ ഫ്യൂച്ചേഴ്സ് അല്ല, ബ്രോയുടെ അടുത്ത് വന്നതിന് മുമ്പ് ഞാൻ ക്രിപ്റ്റോ ആയതുകൊണ്ട് ക്രിപ്റ്റോ ചെയ്തോണ്ടിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നീ ക്രിപ്റ്റോയോ വേറെ ഫോറക്സ് ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, ബ്രോയുടെ അടുത്ത് വന്നിട്ട് ഡയറക്റ്റ് യൂറോ USDയിലേക്ക് പോയി. യൂറോ USDയിലേക്ക് വന്നു. അതിനകത്ത് ഞാൻ ഏകദേശം അത് വന്നോണ്ടായിരുന്നുള്ളൂ, ഓക്കെ വരുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ആക്ച്വലി ഫ്യൂച്ചേഴ്സിലേക്ക് പോയത്? ഫ്യൂച്ചേഴ്സിലേക്ക് പോയെന്നു വെച്ച് കഴിഞ്ഞാൽ ബ്രോ പറഞ്ഞു ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തു. പക്ഷെ ഞാൻ തന്നെ ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ട് എടുത്ത് നോക്കി, പിന്നെ ബ്രോയുടെ ടേപ്പ് റീഡിങ് നോക്കി. ഈ രണ്ട് സാധനം വെച്ചിട്ട് ഞാൻ ചാർട്ട് കമ്പയർ ചെയ്ത് നോക്കി. ഭയങ്കര ക്ലീൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്നും ഫോറക്സ് കൊള്ളാന്നല്ല കേട്ടോ. പക്ഷെ ഫോറക്സ് വെച്ച് നോക്കുമ്പോൾ ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. റീഡ് ചെയ്യാൻ കുറച്ചുകൂടെ റീഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു സംഭവം ബ്രോ പറഞ്ഞൊരു സംഭവം ഇത് നമ്മുടെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഓടിക്കാൻ നല്ല റോഡ് വേണം. അപ്പം നല്ല റോഡ് നമുക്ക് നല്ല പെർഫോമൻസിൽ ഓടിക്കാൻ പറ്റും. അതേ ഞാനും പറയാറുള്ളൂ. അതെ, നമുക്ക് എത്ര സ്കില്ലുണ്ടെന്ന് പറഞ്ഞാൽ അവനെ ഒരു റോങ് ട്രാക്കിൽ കൊണ്ടിട്ടാൽ അവന് ഫുൾ സ്കിൽ അവന് വെളിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് നോക്കിയിട്ട് നമ്മുടെ സെറ്റപ്പ് അനുസരിച്ചിട്ട് സ്മൂത്തായിട്ട് റൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഫ്യൂച്ചേഴ്സ്, എസ്പെഷ്യലി നാസ്ഡാക്ക്, ഈമിനി, S&P ഒക്കെ. പക്ഷേ എനിക്ക് മനസ്സിലാക്കി കൊടുത്തോളം ഫ്യൂച്ചേഴ്സ് ഒരാൾക്ക് ചെയ്ത് കറക്റ്റായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അയാൾക്ക് അത്ര മെച്യൂരിറ്റി വേണം. കാരണം നമ്മുടെ എല്ലാം കയ്യിൽ തന്നെ അവൈലബിളാണ്, നമുക്ക് എന്തും ചെയ്യാം. പിന്നെ ഒരു ചെറിയ മൂവ് തന്നെ നല്ല ഇതുണ്ട്. സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. ഇപ്പം ഫോറക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ സ്റ്റെപ്പേ ഉള്ളൂ. ഒറ്റ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ചലഞ്ച് പാസ്സാവാം. ചെറിയ പ്രോഫിറ്റ് ടാർഗറ്റ് ആണ്. പക്ഷേ ചെറിയ പ്രോഫിറ്റ് ടാർഗറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു സെക്കൻഡോ അല്ലെങ്കിൽ 2-3 സെക്കൻഡോ മതി കാര്യം കഴിയാൻ വേണ്ടി. അപ്പൊ നമ്മൾ അത്രത്തോളം ലൈക്ക് ഞാൻ നോക്കിയിട്ട് ഫോറക്സിൽ നമുക്ക് കുറച്ചുകൂടെ ബ്രീത്തിങ് സ്പേസ് ഉണ്ട്. ഫ്യൂച്ചേഴ്സിൽ അങ്ങനല്ല. ഇതർ യു ഫോളോ യുവർ റൂൾ ആൻഡ് പാസ്, അല്ലെങ്കിൽ ബ്ലോ അപ്പ് യുവർ അക്കൗണ്ട്. പെട്ടെന്ന് സംഭവം കറക്റ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കും. അത് ഏറ്റവും വലിയൊരു ബ്യൂട്ടിഫുൾ കാര്യം. കഴിഞ്ഞ വീക്ക് ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഒരാളുടെ പേയോട്ടിന്റെ ഇതിട്ടില്ലേ, ആള് രണ്ടാമത്തെ പേയോട്ട ഈ ഒരു വീക്കിൽ തന്നെ. ഓൾമോസ്റ്റ് $3,000 അടുത്ത് ഇപ്പം ഈ ഒരു വീക്കിന് പേയോട്ട്. അപ്പം ആള് ചെയ്തൊരു കാര്യമാണ്, ആൾ ഇതിന് മുന്നേ 2 അക്കൗണ്ട് എടുത്ത് ബ്രീച്ച് ആക്കി കളഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഫ്യൂച്ചേഴ്സിന്റെ കാര്യം ഞാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ആള് ജസ്റ്റ് ഫോളോ ചെയ്തോളൂ, സിസ്റ്റം ഫോളോ അപ്പ് ചെയ്തോളൂ. അതിന്റെ റിസൾട്ട് ആൾ കണ്ടു. അതാ ഞാൻ പറഞ്ഞേ, ലൈക്ക് ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന സാധനം. നിങ്ങൾ ഇത് ചെയ്തെടുക്കുക എന്നുള്ളൊരു സാധനം. അത് ശരിക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നത്, അത് ഒരാൾ തീരുമാനിക്കണം. ഇപ്പം നമ്മൾ എത്ര നല്ല സാധനം ഒരാൾക്ക് കൊടുത്താലും അയാൾ തീരുമാനിക്കണം അയാൾക്ക് തന്നെ അത് വേണമെന്നും പറഞ്ഞിട്ട്. അല്ലെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. എത്ര ഫോഴ്സ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിന്റെ ലൈഫ് സ്റ്റൈൽ എത്രത്തോളം നിന്നെ ഡിസിപ്ലിൻ ട്രേഡർ ആവാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ആക്കിയതാണ്? ആക്കിയതല്ല. ഞാൻ പണ്ട് പറഞ്ഞല്ലോ, ഞാൻ 17 വയസ്സിന് മുമ്പ് 17 വയസ്സായപ്പോൾ തന്നെ ഞാൻ ഈ ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ ഒരു ഇതിലേക്ക് വന്നു. എനിക്ക് എങ്ങനെ ഒരു എൻ്റർപ്രണർ ആവണമെന്ന് പറഞ്ഞിട്ട്. സോ അന്ന് തൊട്ട് ഞാൻ ലൈഫ് സ്റ്റൈൽ മെയിൻലി നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഓരോ ഡേ ബൈ ഡേ എങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ആയി വരണം എന്ന് പറഞ്ഞിട്ടായിരിക്കും നോക്കണേ. അപ്പം അന്ന് തൊട്ട് ഞാൻ ലൈഫ് സ്റ്റൈൽ അത്യാവശ്യം അടിപൊളിയായിട്ട് ഫോളോ ചെയ്യണോണ്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇപ്പോഴും ഓക്കെ. സോ ലൈക്ക് അല്ല, ഞാൻ ചോദിച്ചു വരുന്നത്, അല്ല എല്ലാത്തിലും പെർഫെക്റ്റ് ആണെന്നല്ല കേട്ടോ. മനസ്സിലായി. അല്ല, ഞാൻ ചോദിച്ചു വരുന്നത് ലൈക്ക് ഒരു അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് കൊണ്ടുവന്ന ഒരാൾക്ക് പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ കഴിയുമോ? പ്രോഫിറ്റബിൾ ആവാൻ പറ്റും, പക്ഷേ എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ രാവിലെ തൊട്ട് ട്രേഡ് ചെയ്യണവരെ ഉള്ള നമ്മളും ട്രേഡ് കഴിഞ്ഞ് അടുത്ത ദിവസം അത് ടോട്ടൽ ഡേ ജീവിക്കണം, നമ്മൾ ആ ചാർട്ടിൽ റിഫ്ലക്റ്റ് ആവണം. സോ അത്രത്തോളം അൺഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കുന്ന ഒരാൾ എത്രത്തോളം ചാർട്ടിൽ റിഫ്ലക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ. സോ നീ പ്രോഫിറ്റബിൾ ആകാതിരുന്ന സമയത്തും യു ആർ ഡിസിപ്ലിൻഡ് ഇൻ യുവർ ലൈഫ്? ഡിസിപ്ലിൻഡ് ആയിരുന്നു. സോ ബട്ട് സ്റ്റിൽ നിനക്ക് അത് നിന്റെ ട്രേഡിങ്ങിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല എന്ന് പറയുമ്പോൾ ഞാൻ മെയിൻലി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഏറ്റവും വലിയ ഷിഫ്റ്റ് തന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഡിസംബറിൽ എടുത്ത 1.5 മാസത്തെ ബ്രേക്കാണ് ആക്ച്വലി. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. എങ്ങനെയാണ് ആക്ച്വലി അത് ഇൻഫ്ലുവൻസ് ചെയ്തത്? അത് ഇൻഫ്ലുവൻസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ബ്രോ പാസ്റ്റിലുള്ള ഒരു ഇയേഴ്സ് എടുത്ത് നോക്കണം. ഈ ഇയേഴ്സ് മൊത്തം ഞാൻ ഏകദേശം ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്? 2 to 3 മണിക്കൂർ ഉറങ്ങും. ഓക്കെ. ബാക്കി ടൈം മൊത്തം ഞാൻ ചാർട്ടിലാണ്. അത് നമ്മൾ മോർണിംഗ് ആവൂലേ, മോർണിംഗ് ആവണ പുറത്തെ വെയിലടിച്ചിട്ട്. ഓക്കെ, ലൈക്ക് ഈ ഒരു ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കേണ്ട കാര്യമാണ്, ഇപ്പൊ എത്ര ടൈം ചാർട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്?
ഒരു ദിവസം? മണിക്കൂർ 1 മണിക്കൂർ ഇപ്പൊ മണിക്കൂർ ഈ maximum. മാർക്കറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട്. ഈ മാർക്കറ്റ് കണ്ടീഷൻ ആയിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ മറ്റേ അടിപൊളി മാർക്കറ്റ് നമ്മുടെ ആ ഒരു കണ്ടീഷൻ ടൈമിലൊക്കെ ഒരു ദിവസമൊക്കെ നമ്മൾ 15 മിനിറ്റ് താഴെ 15 മിനിറ്റ് താഴെ ഇപ്പോഴും. അല്ല ട്രേഡ്സ് ലൈക്ക് ഇപ്പം നമ്മൾ ഈ ഒരു നമ്മുടെ ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ ആക്ച്വലി കൂടുതൽ ടൈം എടുക്കും. നമ്മുടെ ട്രേഡ് റൺ ചെയ്യുന്ന 10 മിനിറ്റ് താഴെ ഉള്ളൂ. സ്റ്റോറി ബിൽഡ് ചെയ്യാൻ അപ്പൊ നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് വരുമ്പോൾ അത്ര സമയം എടുക്കില്ല. അതെ ഓക്കെ. സോ എന്താണ് ഓക്കെ, അപ്പോൾ അതൊരു മേജർ ഡിഫറൻസ് ആണ്. അതായത് ആ ഒരു എത്ര മണിക്കൂർ ചാർട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പഴയ നേരത്തെ കാലത്ത്? ഫുൾ ടൈം ചാർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ബാക്ക് ടെസ്റ്റിംഗ് ഫോർവേഡ് ടെസ്റ്റിംഗ് ഇല്ലായിരുന്നു, ബാക്ക് ടെസ്റ്റിംഗ് ആയിരുന്നു കൂടുതൽ. പിന്നെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും. നമ്മൾ ഇവിടെ പോയി അത് നോക്കും, അതിന്റെ അവിടെ പോയി അത് നോക്കും, അത് അപ്ലൈ ചെയ്തു, ഇത് അപ്ലൈ ചെയ്തു, അങ്ങനെ ഓക്കെ. നമുക്കൊരു എഡ്ജ് കിട്ടണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം ഒരു 6 to 7 hours ഒരു ദിവസം ഇരുന്നു വിചാരിക്കുക ആ സമയത്ത്. അപ്പം ഇപ്പം കൂടി പോയി കഴിഞ്ഞാൽ 1 hour എന്ന് പറയുന്നു. അതിലും കുറവാണ് ഇപ്പം. അതിലും കുറവ്. അപ്പോൾ ഡു യു ഫീൽ സംതിങ് യു ആർ മിസ്സിങ് ഓർ അങ്ങനെ ഉത്തരം ഞാൻ ഇരിക്കുന്നുള്ളോ? അല്ലെങ്കിൽ ലൈക്ക് ഇപ്പം നീ ചെയ്യുന്നത് 1 hour താഴെയാണ്. അപ്പം 5 മണിക്കൂർ 6 മണിക്കൂർ നീ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേതാ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഇപ്പം ആ സമയത്ത് ചെയ്തതിനേക്കാളും ബെനിഫിറ്റ് ഇപ്പോഴും ഉണ്ട്. അതെ. സോ നിനക്കിപ്പോൾ തോന്നുന്നുണ്ടോ ലൈക്ക് അന്ന് ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത പോലെ ഇനി ഇപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളത്? അങ്ങനെ ഒരിക്കലും തോന്നേണ്ട ആവശ്യമില്ല. കാരണം നമുക്കൊരു എഡ്ജ് ഉണ്ട്. എനിക്ക് എൻ്റെ ഒരു അറിവിൽ ഈ സാധനം മതി മാർക്കറ്റിൽ, ഇതിനപ്പുറത്തേക്കൊന്നും ഇല്ല. പക്ഷെ ഞാൻ ആദ്യം ബ്രോയുടെ അടുത്ത് വന്നപ്പോൾ ബ്രോ എനിക്ക് ICTയുടെ ഈ തിയറി പഠിക്കണം, ആ തിയറി പഠിക്കണം ബ്രോനോട് ചോദിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെച്യൂരിറ്റി കൂടുന്നവരെ നമുക്ക് മനസ്സിലാവും ഇത് ഇത്രേ ഉള്ളൂ, നമുക്ക് ലൈഫ് ടൈം ഇത് മതി, മനസ്സിലാവും. ഇപ്പൊ നമ്മൾ വിട്ടുവല്ലോ, എവിടെ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്? ലൈക്ക് 6 to 7 hours മാർക്കറ്റ് ഇരുന്നത് ഇപ്പൊ ഇനി അതിങ്ങനെ ഇരിക്കണമെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളത്? അത് എനിക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തോന്നിയിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് അത് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്, ബ്രോ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, എനിക്ക് ലൈക്ക് ലണ്ടൻ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ അത്ര ടൈമുള്ളൂ, പിന്നീട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഐ ഫീൽ ലൈക്ക് ഐ ആം സ്റ്റബേൺ, ലേസി ആയിട്ട് പോകാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് അതിൽ നിന്ന് ഞാൻ പറഞ്ഞൊരു അപ്പോഴും ഞാൻ ഉറപ്പിച്ച കാര്യം, നീ ചെയ്യണ്ട, നീ ചെയ്യുന്നവർ പിന്നെ നിനക്ക് അത്രത്തോളം നിർബന്ധമാണെങ്കിൽ ട്രൈ ബൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഫോറക്സും രാവിലെ ഫോറക്സ്, വൈകിട്ട് ഫ്യൂച്ചേഴ്സ്, അതായത് ലണ്ടൻ സെഷൻ ഫോറക്സ്, ന്യൂയോർക്ക് സെഷൻ ഫ്യൂച്ചേഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ മൈൻഡിൽ എന്തുകൊണ്ടാണ് ഓക്കെ പറഞ്ഞു, ഇവൻ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അപ്പം ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും ഒരാൾക്ക് അത് തലയിലോട്ട് കയറിയില്ലെങ്കിൽ ഞാൻ അവരെ സമ്മതിക്കും ആ കാര്യം ചെയ്യാൻ. എന്നിട്ട് അവരത് ഓക്കെ അവർ ചെയ്ത് നോക്കി അവർക്ക് അതെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവർ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയും. ഇപ്പൊ കംപ്ലീറ്റ്ലി ഫ്യൂച്ചേഴ്സ് മാത്രമാണ്. അപ്പം നിനക്ക് ഇപ്പൊ ബോറടിക്കാറില്ലേ ലണ്ടനിൽ ചെയ്യാതിരിക്കും? ബോറടിക്കാറുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നാറില്ല. കാരണം ഞാൻ ഇത് കറന്റ് ഇതൊരു ഹൈ എൻഡ് ബിസിനസ്സാണ്, ഞാൻ ബിസിനസ്സായിട്ട് തന്നെ കാണുന്നത്. സോ ഇപ്പം നമ്മുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ നമുക്കൊരു ഡീൽ ഇല്ലാത്ത സമയത്ത് അവിടെ പോയിട്ട് വല്ല കാര്യം ഇല്ല. അല്ലെങ്കിൽ നമുക്ക് തന്നെ പോയി നമുക്കറിയാം നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ ലോസാണ്. സോ നമ്മളവിടെ അറിഞ്ഞു പോകത്തില്ല. ഇല്ല. അപ്പം നമുക്കൊരു പ്രോപ്പർ ടൈമുണ്ട്, ഞാൻ ആ ടൈമിൽ കയറും. അതിപ്പോൾ അങ്ങനെ ആയി അതങ്ങനെയായി. ഇനിയിപ്പം അല്ലാത്ത ടൈമിൽ എനിക്ക് കയറാൻ ഇൻട്രസ്റ്റ് ഇല്ല. അത് വേറെ ചാർട്ട് ഞാൻ നോക്കാൻ കയറാറുണ്ടാവും. ഇപ്പോൾ വേറെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ ചാർട്ടോ അല്ലെങ്കിൽ വേറെ ചാർട്ട്, രണ്ട് ട്രേഡ് എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ ഇത് മതി, ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു ഡീലിന് ഇത് മതി. നല്ലൊരു അനാലജി അത്. ഓക്കെ എന്താണ് നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ആക്ച്വലി ഫ്യൂച്ചർ പ്ലാൻസ് ഇങ്ങനെ തന്നെ മുന്നോട്ട് അല്ല, സ്കെയിൽ ചെയ്ത് മുമ്പോട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു പാത്ത് സെറ്റപ്പ് ഇതെല്ലാം കംപ്ലീറ്റ്ലി ഓക്കെ, ഇത് തന്നെ മുമ്പോട്ട്. ഇപ്പം ലൈക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്നെ പ്രിസിഷൻ എന്തും വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ മറന്നുപോയിരുന്നു. പ്രിസിഷൻ എന്താ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് എൻ്റെ ഒരു 3-4-5-7-8 മാസത്തെ ഒരു ചാർട്ടിൽ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തൊരു സാധനം, ഒരു 10-17 വീഡിയോ, 10-17 മിനിറ്റുള്ള 2 വീഡിയോ ആണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ലിറ്ററലി ചേഞ്ച് ELP ILP ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ്. അതിനാണ് ഞാൻ പ്രിസിഷൻ എന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്തത്. കുറേ പേരെ ഹെൽപ്പ് ചെയ്യും. അതിനകത്ത് മെയിനായിട്ട് ഒരാളാണ് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. സോ ഹൗ ഇറ്റ് വാസ്? പ്രിസിഷനകത്താണ് എനിക്ക് ലോജിക്ക് ഇച്ചിരി കൂടി. ഓക്കെ. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു സ്ഥലത്ത് എൻട്രി എടുക്കാൻ പറ്റും നമുക്ക്, പക്ഷേ എവിടെ എക്സിറ്റ് ആവണമെന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഡയറക്റ്റ് 1:2 അല്ലെ അടുത്ത ലിക്വിഡിറ്റി. പക്ഷേ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പറഞ്ഞാൽ പ്രിസൈസ് ആക്ച്വലി. പക്ഷേ ഞാൻ പറയാം ഈ പ്രിസിഷൻ എന്ന് പറഞ്ഞ ഫോൾഡർ കണ്ടാൽ അത് ഡൗട്ട് ആവുന്ന ആൾക്കാരുണ്ടോ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ. അപ്പം ഞാൻ അതുകൊണ്ടാണ് കാറ്റഗറൈസ് ചെയ്ത് ആരൊക്കെ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാറുണ്ട്. ആരൊക്കെ ഈ വീഡിയോ കാണണം, പ്രിസിഷൻ കാണേണ്ട ആൾക്കാരെ ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു വീഡിയോ കൊടുത്തത്.
അപ്പം ഈ പ്രിസിഷൻ്റെ വീഡിയോ തന്നെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ട്രേഡ് ഒത്തിരി പ്രിസൈസ് ആയി, പിന്നെ ട്രേഡിൻ്റെ അളവ് കുറഞ്ഞു, പിന്നെ എടുക്കുന്ന ട്രേഡ്സ് ഹൈ ക്വാളിറ്റി, അത് A+ൻ്റെ പുറത്ത് ട്രേഡ് ചെയ്യാറില്ല, മനസ്സിലായി. ആ ഒരു കാറ്റഗറിയിലേക്കായി. ഇപ്പം നമ്മൾ ആ രീതിയിൽ ട്രേഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വേറെ ട്രേഡ് എടുക്കാൻ തോന്നില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇട്ട പോലെ തന്നെ നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിസ്റ്റത്തിൻ്റെ പുറത്ത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല, തോന്നിയില്ല, നമുക്ക് ഒരിക്കലും പറ്റില്ല അങ്ങനെ ചെയ്യാൻ. അതെ അതെ, എന്നോടും പല ആൾക്കാർ ചോദിക്കുക ലൈക്ക് ഹൗ ക്യാൻ യു ബി പ്രോഫിറ്റബിൾ ഓർ ഫോർ ലോങ് ടൈം എന്നുള്ളൊരു സംഭവത്തിൽ ചോദിക്കുമ്പോൾ വി ആർ ഫോളോയിങ് ദ പ്ലാൻ എന്നൊരു നമുക്കൊരു മോഡലുണ്ട് ആക്ച്വലി. ആ മോഡൽ ഫോളോ ചെയ്തിട്ടാണ് അതിന്റെ റിസൾട്ട് കിട്ടുക. അതെ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഒരു ഗാംബിൾ ചെയ്യുന്ന ഒരാൾക്ക് അയാൾ ലിറ്ററലി ഡിപ്പെൻഡിങ് ഓൺ ദെയർ ലക്ക്. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാൾക്ക് ലക്ക് കിട്ടിക്കൊണ്ടിരിക്കുക ചാൻസ്, പ്രോബബിലിറ്റി അവിടെ ഭയങ്കര കുറവാണ്. അവിടെ ഫിസിക്സ് വർക്ക് അവിടെ പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈവൻ ദോ വേസ്റ്റ് മാർക്കറ്റ് കണ്ടീഷൻ ആണെങ്കിൽ പോലും വി ക്യാൻ ലിറ്ററലി നോ എന്താണ് മാർക്കറ്റ് നടക്കുന്നത്. ഇപ്പം നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്ത എന്താണ് ലോസ് ആണെങ്കിൽ വി ഡോണ്ട് കെയർ, കാരണം നമുക്ക് നമ്മുടെ സിസ്റ്റം ഉണ്ട്. സോ നമ്മൾ അതിനെ കണ്ടതാണ് ഓൾറെഡി, സോ ദെൻ വി ഡോണ്ട് കെയർ. മനസ്സിലായി. അതെ ആക്ച്വലി. സോ അതൊക്കെയാണ് മെയിൻലി ഉള്ള കാര്യങ്ങൾ. ആൻഡ് ഇപ്പം കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് MFFE അല്ലേ? ഇപ്പം MFFE അല്ല, ലൂസിഡ് ആക്ച്വലി. MFFEയിൽ വിഡ്രോൾ എടുത്തായിരുന്നു ആക്ച്വലി. ഓക്കെ, ലൈക്ക് ഫസ്റ്റ് എങ്ങനെയായിരുന്നു ആക്ച്വലി ആ ഒരു ഫീല് വിഡ്രോൾ എടുത്തപ്പോൾ ഉള്ള? ലൈക്ക് എല്ലാവരും മെയിൻലി ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് ഞാൻ പറയാം. നീ എന്നോട് ചോദിച്ചൊരു കാര്യം ചോയ്സ് ആയിട്ട് എന്നോട് ചോദിച്ചു. നീ എൻ്റെ അടുത്ത് വന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്രോൾ എടുക്കണോ ബ്രോ, വിഡ്രോൾ എനിക്ക് വേണം ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യാം, അതോ ഞാൻ സ്കെയിൽ ചെയ്ത് കുറച്ചുകൂടെ ആയിട്ട് വിഡ്രോൾ എടുക്കണോ എന്നുള്ളത്, ബഫർ ബിൽഡ് ചെയ്ത് എന്നിട്ട് വിഡ്രോൾ എടുക്കും. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഫസ്റ്റ് പേ ഔട്ടാണ്, നീ അത് എടുക്കണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം. വാട്ട് യു തിങ്ക്? അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞത് നിനക്കത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട്? ആ ഒരു അതെനിക്ക് മനസ്സിലായി. നിനക്കൊരു എന്തെങ്കിലും, അതായത് ആ വിഡ്രോൾ എടുക്കുന്നതിന് തൊട്ട് മുന്നേയും ഇപ്പോഴും തമ്മിൽ കോൺഫിഡൻസിന് എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടോ? കോൺഫിഡൻസിന് ലൈക്ക് യു ഡിഡ് ഇറ്റ്. അങ്ങനെ മറ്റേതെന്ന് പറയുന്നത് നമ്മൾ എത്ര പറഞ്ഞാലും, ഇപ്പൊ എത്ര പറഞ്ഞാൽ എനിക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാലും ലൈക്ക് നമ്മൾ ലിറ്ററലി നീ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്നതും പറയുന്നതും ഡിഫറെന്റാ. അതെ അല്ലേ? അപ്പം വൺസ് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കോൺഫിഡൻ്റ് ആയിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം ഡു യു ഫീൽ ദാറ്റ് കോൺഫിഡൻറ്റ്? കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, അതാണ് ആക്ച്വലി ഞാൻ എല്ലാ ഒരു ബിഗിനറായിട്ട് വരുന്ന ആൾക്കാരോട്, പേ ഔട്ടിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാർ, നിങ്ങൾ ബഫർ നോക്കണ്ട. നിങ്ങൾ ഈ ബഫർ എന്ന് പറയുന്ന സാധനമൊക്കെ ഈ ഫണ്ട് ഓഫ് ഫേം ബിൽഡ് ചെയ്തേക്കുന്നുള്ള റൂൾസാണ്. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരു ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരോട് മാത്രമാണ്. അല്ലാതെ ഇപ്പം നീ സ്കെയിലപ്പ് ഇനി ഒരിക്കലും നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല, ഇനി ഒരിക്കലും ഞാൻ സമ്മതിക്കുകയൊന്നും ചെയ്യത്തില്ല. കാര്യം അതിൻ്റെ ആവശ്യമില്ല. നിനക്ക് ആ ഒരു പേ ഔട്ടിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ ആ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യുക. ലൈക്ക് ലിറ്ററലി എല്ലാവരും കാണുന്ന എന്താണ്, എല്ലാവരും ഫണ്ട് അക്കൗണ്ട് എടുക്കുന്നു, ബ്രീച്ച് ആക്കുന്നു, അത് ഇതൊക്കെയാണ് എല്ലാവരും കാണുന്നത്. ഈ സാധനം എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. സാധനം നമ്മളൊരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ ആ ഒരു സാധനം അത് എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് വിഷമം ഉണ്ടെന്നുള്ളത് ഇവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമം അവന് ഫീൽ ചെയ്യത്തില്ല. ഇവൻ ആ സെയിം സിറ്റുവേഷനിൽ കടന്നു പോയെങ്കിൽ ആ ഒരു സെയിം ഫീലിങ്സ് വന്നെങ്കിൽ മാത്രമേ അതെന്താണെന്ന് അവന് മനസ്സിലാവും. അപ്പം ഞാൻ പേ ഔട്ട് എടുത്തു എന്ന് പറയുമ്പോൾ ബൈ പേപ്പറോ അല്ലെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കോ അത് കാണാം. പക്ഷേ ഹൗ ഐ ഫീൽ എന്നുള്ള സാധനം ഭയങ്കര ഡിഫറെൻ്റാണ്. എല്ലാവരും ഫീൽ ചെയ്യുന്നത് ചലഞ്ച് ഫെയിൽ ആവുന്നതും. അതെ, പക്ഷേ ഇപ്പം അങ്ങനെ ഈ ഒരു കണ്ടന്റ് പറഞ്ഞുകൊണ്ട് പറയാട്ടോ, ഇപ്പോൾ ചില ആൾക്കാർ പറയില്ലേ ബ്രോയുടെ മറ്റേ ഇപ്പോഴത്തെ ലൈവ് ട്രേഡിങ് ഇൻഫ്ലുവൻസിങ് ഉണ്ടെന്ന്. പക്ഷേ പേഴ്സണലി എനിക്കത് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാകും. കാരണം മെയിൻലി മിസ്റ്റേക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി ഇൻവാൾഡേഷനില്ലേ, അതിനകത്ത് പല ഏരിയയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകും. പക്ഷെ ഞാൻ ഈ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത് മാറി തുടങ്ങി. ഞാൻ ഒരിക്കലും ട്രേഡ് കോപ്പി ചെയ്യാറില്ല. എനിക്ക് ഏറ്റവും വലിയൊരു ഫിയർ അതാണ് ആക്ച്വലി. ഞാൻ ഈ ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ലൈവ് ഇരുന്നാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലിറ്ററലി നിങ്ങളുടെ മുന്നേ വെച്ച് ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ആൾക്കാരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്ന് എനിക്കൊരു പേടിയുള്ള കാര്യം. അതെന്നാന്ന് പറയുമ്പോൾ ഡിപ്പെൻഡഡ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവും. കാരണം അവർക്ക് അത് 10 ട്രേഡ് ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 2 പേരെങ്കിലും കോപ്പി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. ബട്ട് സ്റ്റിൽ ഐ എം ഡൂയിങ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൽ കാര്യമില്ല. എനിക്കിപ്പോൾ ഞാൻ അടുത്ത വീക്ക് അടുപ്പിച്ച് ഞാനൊരു വീക്ക് ഞാൻ ബ്രേക്ക് എടുക്കുമ്പോൾ അവർക്ക് ട്രേഡ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അവർ തന്നെ റിയലൈസ് ചെയ്യും, അയ്യോ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ലെന്ന്. പക്ഷെ അങ്ങനെ റിയലൈസ് ചെയ്താൽ ഞാൻ ഒരിക്കലും അത് തെറ്റാന്ന് പറയില്ല. ബ്രോ ചെയ്യണ കാര്യമാണ്, അത് അടിപൊളിയാണ്. കാരണം എന്നെ പോലത്തെ ആൾക്കാരുണ്ടാവുമല്ലോ, അത് അടിപൊളിയാണ്. കാരണം എൻ്റെ കുറേ മിസ്റ്റേക്ക് മാറിയിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ട്. കുറേ പേര് എന്നോട് പറയുന്നുണ്ട് ഈ ലൈവ് ട്രേഡിങ്ങിലാണ് ആക്ച്വലി ലിറ്ററലി അവരുടെ കാര്യം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏത് സെറ്റപ്പ് മാർക്കറ്റ് വർക്ക് ചെയ്യും, അതാണ് ഏറ്റവും വലിയൊരു ഫാക്ട്. അതാ VLP ILPനെ പറ്റി ഇപ്പോൾ നമ്മളിപ്പോൾ VLP ILP നമ്മൾ അത് സെറ്റപ്പ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. നിങ്ങളൊരു കോയിൻ ടോസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുത്താലും
പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ അത് വർക്കാവും. ബസ് അതിനെല്ലാം അതിൻ്റെതായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുത്താലും വർക്കാവും. ഏത് നിങ്ങൾ മാഗ്ഡിയോ നിങ്ങൾ ഏത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താലും എല്ലാം മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ അതിന് വേറൊരു സൈഡുണ്ട്. ആ ഒരു സൈഡിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതൊരിക്കലും ഒരു ബിഗിനർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷേ ആ ഒരു സൈഡ് ഉണ്ടെങ്കിലും നമ്മളെ ഇപ്പോൾ ബ്രോ പറഞ്ഞു പല സെറ്റപ്പ് എല്ലാ സെറ്റപ്പും വർക്കാവുന്നു. പക്ഷേ സെറ്റപ്പിന് ഒരു ലോജിക്ക് വേണം, അല്ല നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അതാ പറഞ്ഞു എല്ലാം വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് അത് കണ്ടിന്യൂ ഇപ്പം എനിക്കിപ്പോൾ നമ്മൾ രണ്ടുപേരുടെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരിൽ ഒരാൾക്ക് അത് അടിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 50-50 അണ്ടിൽ ആ റിസൾട്ട് വരുന്നവരെ. നമുക്ക് രണ്ടുപേർക്കും അടിക്കാതിരിക്കാന്നുള്ള 50-50 പറഞ്ഞ് മനസ്സിലായില്ല. അതുപോലെയാണ് ഒരു ട്രേഡ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ അതിന് ലോജിക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം എനിക്കറിയാം നമ്മൾ കുറേ കൂടെ അനലൈസ് ചെയ്തിട്ട് കുറച്ചുകൂടെ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കി പ്രീവിയസ് ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അവിടെ അതിൻ്റെ പ്രോബബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. വി ആർ സ്റ്റിൽ ഡൂയിങ് ദ സെയിം ട്രേഡ്. ചിലപ്പം ഞാനും 5 ട്രേഡ് ചെയ്യുന്നത് പറഞ്ഞില്ലേ, അപ്പോൾ അവൻ്റെ എൻ്റെയും സെറ്റപ്പ് ഭയങ്കര ഡിഫറൻറ്റാണ്. ഈവൻ ദോ അവൻ ബൈ ചെയ്ത് കാരണം ഞാനും ബൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ ഒരു ബൈയിലേക്ക് എത്തിപ്പെട്ട വഴി ഡിഫറൻറ്റാണ്. അതും ഡിഫറൻ്റ് ആയിരിക്കാം, അതിൻ്റെ ലിക്വിഡിറ്റി ഡിഫറൻറ്റ്, എല്ലാം ഡിഫറൻറ്റാണ്. പക്ഷേ സംസാരിച്ച് വരുമ്പോൾ എന്താണ്, അവൻ ബൈ ചെയ്ത പ്രൈസ് ഞാൻ ബൈ ചെയ്ത്, അവൻ സെല് ചെയ്ത പ്രൈസ് ഞാൻ സെല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ഒരുമിച്ച് പോയാലും നമ്മുടെ കറക്റ്റ് സാധനം ചെയ്യാത്ത ഒരാളും വേറൊരാളും തമ്മിൽ ബ്ലെൻഡ് ആവുമോ? അതിൻ്റെ അഭിപ്രായം എന്നാ ബ്രോയുടെ? മനസ്സിലായില്ല. അതായത് ഇപ്പം ബ്രോ ചെയ്യണ ഒരു സെറ്റപ്പ് വേറെ, പുള്ളിയാണ് സെറ്റപ്പ് വേറെ, അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ട്രേഡ് ചെയ്യാൻ നോക്കി. അത് അതുകൊണ്ടാണല്ലോ ആവില്ല. ഞങ്ങൾ ഫസ്റ്റ് ഡേ അങ്ങനെ ഇരുന്നത്. ഞാനിപ്പോൾ തിരുവല്ലയിലായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചല്ല ഇപ്പം നിൽക്കണേ. അതിന് മേജർ റീസൺ ഇതാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നതാണ്. ലൈക്ക് ഇപ്പം അവൻ ചെയ്യുന്നത് അവൻ്റെതായിട്ടുള്ള നറേഷനാണ്. ഇപ്പം അവൻ അതിൽ പെർഫെക്റ്റ് ആണ്, ഞാൻ എൻ്റെ ഇതിലും പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ സെറ്റപ്പിൽ അവൻ ഗിവപ്പ് ചെയ്യത്തില്ല, എൻ്റെ സെറ്റപ്പിൽ ഞാനും ഗിവപ്പ് ചെയ്യത്തില്ല. അപ്പോൾ അവൻ എടുക്കുമ്പോൾ അതിപ്പം തോട്ട് വരും. അതായത് ഇവൻ എടുത്തല്ലോ, അവൻ്റെ പക്ക സെറ്റപ്പാണ്, അപ്പം ഞാൻ എടുക്കണോ എന്നുള്ളൊരു സെൽഫ് ഡൗട്ട് തെറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പം അത് സെറ്റപ്പിനോടുള്ള ഒരു ഇതല്ല, അവൻ അത്രത്തോളം അവൻ്റെ സെറ്റപ്പിൽ കോൺഫിഡൻ്റ് ആണ്, ഞാൻ അത്രത്തോളം എൻ്റെ സെറ്റപ്പിൽ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രോ പറഞ്ഞ പോലെ സെറ്റപ്പിൽ സെൽഫ് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ. പക്ഷേ അതേസമയം നമ്മൾ ലൈവായിട്ടിരിക്കുമ്പോൾ, നമ്മളിപ്പോൾ എല്ലാ ദിവസവും ലൈവ് ഇരുന്നായിട്ട് എടുക്കുന്നത്, പക്ഷെ നമ്മൾ ഒരൊറ്റ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മളെല്ലാവരും ഒരു മുറിയിലിരുന്ന് റേഡിയോ ആണെങ്കിലും നമുക്ക് ഒരിക്കലും സെൽഫ് ഡൗട്ട് വരത്തില്ല. കാരണം എല്ലാവരും ഒരൊറ്റ സാധനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി ആക്കിയേക്കുന്നത്. എന്നോട് പലരും ചോദിക്കാറുള്ള കാര്യം, ബ്രോയുടെ കമ്മ്യൂണിറ്റി മാത്രം ആടിയാവോ, അവർ സെറ്റപ്പ് വേറെ ചെയ്യുന്നത്? ഒരിക്കലും ചെയ്യത്തില്ല. കാര്യം അതന്നെ എന്നോട് ചോദിച്ച കാര്യം. ഇവൻ എന്നോട് ആദ്യം വന്ന് ചോദിച്ച കാര്യം, സെറ്റപ്പ് അവനുണ്ട്, അവന് ഇപ്പോൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുന്നത്. പക്ഷെ അത് പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നോട് പലരും പറയാറുണ്ട്, ഒരു പബ്ലിക് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാത്തതിന് മേജർ റീസൺ അതാ. ഞാൻ കുറെ പബ്ലിക് ഗ്രൂപ്പിലുണ്ടായിരുന്നു. പബ്ലിക് ഗ്രൂപ്പിൽ കയറുക എന്ന് പറയുന്നതാണ് കാര്യം. അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ഇപ്പം നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ലെവലാണെങ്കിൽ നമ്മളെക്കാൾ അഡ്വാൻസ് ലെവലുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ SL അടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് വേറെ ഒരാൾ അവിടെ ബൈ ചെയ്തിട്ട് TP അടിച്ചിട്ട് ഉള്ള സ്ക്രീൻഷോട്ട് ഇടും. അതെ, അത് നമ്മുടെ ഒരു ബ്രെയിൻ ആ ലെവലാണ് അഡാപ്റ്റ് ആയി. അതിപ്പം ബ്രോയ്ക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചു നോക്കാൻ പറ്റും. ഇപ്പം ബ്രോയും മറ്റേ ബ്രോയും ട്രേഡ് ചെയ്തപ്പോൾ ഇപ്പം ഞാൻ പറയാം, ഇപ്പം ബ്രോ ട്രേഡ് ചെയ്യാത്തതിലും ദിവസമില്ല, അതായത് തിങ്കളാഴ്ച ട്രേഡ് ചെയ്യത്തില്ല, പുള്ളി തിങ്കളാഴ്ച ട്രേഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പുള്ളി തിങ്കളാഴ്ച ഇടയിൽ ഇപ്പം TP അടിക്കുവാന്ന് അപ്പം ബ്രോയുടെ ഫീലിംഗ്? എനിക്ക് ആ ഒരു സാധനം കിക്ക് ചെയ്യും, ഉറപ്പായിട്ട് കിക്ക് ചെയ്യും. ഞാനൊരു ഹ്യൂമൻ ആണ്. ഈവൻ ദോ വാട്ട് എവർ ഐ ഹാവ് ഐ എ ഹ്യൂമൻ. സോ എനിക്കത് കിക്ക് ചെയ്യും. ഞാൻ അവനോട് പറഞ്ഞ്, അവൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട്, എടാ തിങ്കളാഴ്ച ദിവസം എനിക്കൊന്ന് ട്രൈ ചെയ്തൂടെ എന്നുള്ളൊരു സംഭവം. അങ്ങനെ ഞാൻ ട്രേഡ് ചെയ്യാനല്ല, ഞാൻ തിങ്കളാഴ്ച ദിവസം ടേപ്പ് ട്രേഡ് ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഡേറ്റ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്? നിന്നോട് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡേറ്റ കളക്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ തിങ്കളാഴ്ച വർക്കിംഗ്. പക്ഷേ വർക്കിംഗ് അതല്ല, ഇവിടെ സൈക്കോളജിക്കലി ആണ്. അത് നമ്മുടെ ഒരു പ്ലാനാണ്. അപ്പൊ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്ലാൻ മാറ്റാൻ പറ്റത്തില്ല. അതെ അതെ അതെ, അതൊരു മോശപ്പെട്ട ഒരു പരിപാടിയാണ്. അത് ഈ ഒരു നമ്മളൊരു പ്ലാൻ എടുത്ത് നമ്മൾ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ അങ്ങോട്ട് എടുക്കുന്ന പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആവാൻ ചാൻസ് കൂടുതൽ. പക്ഷേ ഈ തിങ്കളാഴ്ച ട്രേഡ് ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയൊരു പ്രശ്നം കേട്ടോ, തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് നമ്മൾ ഫ്രൈഡേ ലോസിലെ ബുക്ക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ആയിരിക്കും തിങ്കളാഴ്ച. അതാ ഞാൻ മെയിനായിട്ട് പറയാറുള്ള കാര്യം. ഇപ്പം മെയിനായിട്ട് ഇപ്പം നമ്മൾ ഈ ശനി ഞായറും മാർക്കറ്റ് ഓഫാണ്. അപ്പോൾ ഒരു ബിഗിനർ മൈൻഡ് സെറ്റ് ചിന്തിക്കുന്ന ഒരാൾ, അല്ലെ ട്രേഡിങ്ങിന് അഡിക്ഷൻ ഉള്ള ഒരാൾ എപ്പോഴും എങ്ങനെയും തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി എന്നുള്ള മൈൻഡിലാണ്. അതെ അതെ. ഇപ്പം കഴിഞ്ഞ വീക്ക് ലോസിലാണ് എൻഡ് ചെയ്തെങ്കിൽ എങ്ങനെയെങ്കിലും തിങ്കളാഴ്ച ഓപ്പൺ ചെയ്ത് ആ ലോസ് റിക്കവർ ചെയ്യാനേ നോക്കുള്ളൂ.
അപ്പോൾ ആ തിങ്കളാഴ്ച ദിവസം തന്നെ നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അടിപൊളി. ഏറ്റവും അതാ ഞാൻ തിങ്കളാഴ്ച ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാ ഏറ്റവും ബ്യൂട്ടിഫുൾ സംഭവം. പക്ഷെ അത് നമ്മുടെ ബ്രെയിനിലേക്ക് അങ്ങനെ അത് കോഡായി വന്നു. എനിക്കിപ്പോൾ ഐ ഡോണ്ട് ഫീൽ എനിക്ക് സത്യം പറഞ്ഞ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ചൊവ്വാഴ്ച 9:30 ആണ്. അങ്ങനെയാണ് ആക്ച്വലി എൻ്റെ ആ ഒരു സൈക്കഡേറിയം റിതം പോകുന്നത്. എനിക്കും അങ്ങനെ തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസം ഇല്ല. ഞാൻ തിങ്കളാഴ്ച കയറാറില്ല. തിങ്കളാഴ്ച നോക്കാറില്ല. പിന്നെ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ലൈവ് വരുമ്പോൾ തിങ്കളാഴ്ച, എനിക്ക് യൂട്യൂബിൽ ഞാൻ വരുന്നത് തിങ്കളാഴ്ച. ഞാൻ ഒരു റൂൾ വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ ട്രേഡിംഗ് സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചാർട്ട് തുറക്കില്ല. പിന്നെ ചൊവ്വാഴ്ച നമ്മുടെ ട്രേഡിംഗ് സെഷൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ചാർട്ട് തുറക്കുള്ളൂ. ഓക്കെ, അത് അടിപൊളിയാട്ടോ. ഓക്കെ, മനസ്സിലായി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പിന്നെ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത വേറെ എന്ത് കാര്യമാണ്? ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ? ലൈക്ക് രണ്ടും പറയണം. ലൈക്ക് ആദ്യമേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് നെഗറ്റീവ് തിങ്സ്. നെഗറ്റീവ് തിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന ട്രേഡിംഗ് അല്ല, അകത്ത്. ഓക്കെ, ടോട്ടലി ഡിഫറെൻറ്റാണ്. അപ്പോൾ പുറത്ത് ഫ്ലെക്സ് ചെയ്യണ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗെറ്റ് റിച്ച് ക്വിക്ക് അല്ലെങ്കിൽ ക്വിക്ക് മണി എന്ന് പറയുന്ന സ്കീമിൻ്റെ അകത്തില്ല. നമ്മളത് ആ ഒരു പ്രോസസ്സ് ഇഷ്ടപ്പെടണം. പ്രോസസ്സ് ഇഷ്ടപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. സാധനങ്ങളൊന്നും ഉദ്ദേശിച്ചത് ലോജിക്ക് വേണം. മാർക്കറ്റ് ലോജിക്ക് വേണം. ലോജിക്ക് നമ്മുടെ എഡ്ജ് സെറ്റപ്പ് അങ്ങനെ കാരണം ലോജിക്ക് ഇല്ലാണ്ട് നമുക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അല്ലേ? ശരിയല്ലേ? അതെ, എക്സാക്ട്ലി. അതെങ്ങനെ നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ പറയാം എന്താണ് സൈക്കോളജി ഇത്ര ശതമാനം, ഇത് ഇത്ര ശതമാനം. ഞാൻ പറയില്ല. കാരണം രണ്ടും സെയിമാണ്. കാരണം അല്ലാണ്ട് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ഇപ്പോൾ എത്ര പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടെങ്കിലും നമ്മുടെ സൈക്കോളജി പക്കയല്ലേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത്ര സൈക്കോളജി പക്കയാണെങ്കിലും എത്ര നല്ല സിസ്റ്റം ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാ ഡിഫറൻസ്. പോസിറ്റീവ്, അത് നെഗറ്റീവ്, പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും കാര്യമുണ്ടോ? പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ ഓബിയസ്ലി ഇതിൻ്റെ ഒരു നമ്മുടെ ഫ്രീഡം ഇല്ലേ. ഫ്രീഡം എന്ന് പറയുമ്പം ഓബിയസ്ലി നമ്മളെ ഫുൾ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ ഫ്രീഡം എന്ന് പറഞ്ഞാൽ വി ആർ ലിറ്ററലി ഡൂയിങ് നത്തിങ്, എൻജോയിങ് ലൈഫ്. പക്ഷെ അതല്ല, അത് ഞാൻ ഇടയ്ക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി നമ്മുടെ ഗ്രൂപ്പിൽ. ഞാൻ അത് പറയുന്നില്ല ഇപ്പം, അത് ഞാൻ പറഞ്ഞേക്ക് ബ്രോ. അപ്പോൾ ഇതില്ല, നമ്മള് ലിറ്ററലി ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മനസ്സിലായി ബ്രോ പറഞ്ഞു. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യണ്ടേ. പക്ഷെ റാദർ ദാൻ മറ്റൊരാളെ നോക്കുമ്പോൾ, ഞാനും കമ്പയർ ചെയ്യണല്ല, മറ്റൊരാളെ നോക്കുമ്പോൾ നമ്മള് ഫ്രീഡം കുറവ് ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നത്. അത് ലിറ്ററലി നമ്മളൊരു ദിവസം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. സോ അത് ആ ഒരു ഫ്രീഡമാണ്. അത് അടിപൊളിയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മാർക്കറ്റിൽ എനിക്ക് വേറെ തോട്ടൊക്കെ ഉണ്ട്. അത് മാർക്കറ്റ് നമ്മൾ എനിക്കുമാണല്ലോ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കും അമേരിക്കൻ, അതായത് ഇന്റർനാഷണൽ മാർക്കറ്റാണല്ലോ. സോ അത് നമ്മളിവിടെ ഇരുന്ന് ഒരു ക്ലിക്ക് ട്രേഡ് ചെയ്യണം. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഫിനാൻഷ്യൽ ഫീൽഡ് എനിക്ക് ഇഷ്ടമാണ്. ഈ ഒരു തോട്ടിലേക്കൊക്കെ വരുന്നത് ലിറ്ററലി നമ്മൾ ആ ഒരു നാസ്ഡാക്കിലേക്കൊക്കെ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ആ ഒരു ചിന്താഗതി നമ്മുടെ മെന്റൽ ഗ്രോത്ത് തന്നെ ഉണ്ടാവത്തുള്ളൂ. ട്രേഡിങ്ങിൽ ഒരു ഗ്രോത്ത് ആക്ച്വലി എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചേഴ്സിന്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് അത്. അവിടെ നമ്മൾ സ്റ്റബേൺ ആയി പോകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫോറക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവൈലബിലിറ്റി കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സെഷൻ ടൈം ഉണ്ട്. 2 സെഷൻ ടൈമിൽ മൂവ്മെന്റ് ഉണ്ട്. സോ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. കൂടുന്തോറും രാവിലെ കയറി നമ്മളൊരു SL അടിച്ചാലും നമുക്ക് ഒരു ബ്രോ അന്ന് എന്നോട് പറഞ്ഞ പോലെ ഒരു കംഫർട്ട് സോണിൽ പോകും. അതായത് രാത്രി ഒരു സെഷൻ ഉണ്ട്, അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാമല്ലോ എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് ആ ഒറ്റ ഷോട്ടേ ഉള്ളൂ. ഒറ്റ ഷോട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇപ്പോൾ അവിടെ പേഷ്യൻസ് അവിടെ ഇമ്പ്രൂവ് ആയിക്കൊണ്ട് ബ്രെയിൻ ഇമ്പ്രൂവ് ആവില്ലേ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ട്രേഡിങ്ങിൽ അത് റിഫ്ലക്റ്റ് ആവും. അതായത് നമ്മൾ ഒരിക്കലും റിഫ്ലക്റ്റ് ആവില്ല എന്ന് ഓർക്കണ കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ചാർട്ടിൽ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ കണ്ടിട്ടുണ്ട്. അടിപൊളിയാണ്. പക്ഷെ ആരും പറയില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഏത് സൈക്കോളജി വീഡിയോയിൽ ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങളുടെ ലൈഫ് എപ്പോഴും അടിപൊളി ആയിരിക്കണം. അല്ലാതെ നിങ്ങൾ ഇനി എത്ര ചെയ്തെന്ന് പറഞ്ഞാലും കിട്ടുകയില്ല. ഇതൊരു വെള്ളം ഇല്ലാത്തടത്ത് കിടന്ന് തുഴയുന്ന പോലെ അവസ്ഥയായി പോകും. ഇപ്പോൾ ബ്രോനോട് ചോദിക്കുക, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രേഡിങ് എന്താണെന്ന് ചോദിച്ചാൽ ബ്രോ എന്ത് പറയും? അത് ബൈയും സെല്ലും അല്ല, മാർക്കറ്റല്ല, അല്ലാത്ത പക്ഷം ട്രേഡിങ് മൊത്തത്തിൽ ഒരു പറയാൻ പറ്റുവാണെങ്കിൽ ബ്രോ എന്ത് പറയും? അത് എല്ലാവർക്കും പറ്റുമോ, അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു ഫീൽഡാണോ? അത് ഈ നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റ്? ട്രേഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന മാത്രം ഒരു കാര്യമാണ്. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഒരിക്കലും എല്ലാവർക്കും പറ്റത്തില്ല. ഇല്ല. ഒരു 100 പേരെ എടുത്താൽ മേ ബി അവർക്ക് എല്ലാവർക്കും ട്രേഡിങ് പഠിക്കാൻ പറ്റും, ചെയ്തു നോക്കാൻ പറ്റും. പക്ഷെ ഒരു ട്രേഡർ എന്നുള്ളൊരു ബാഡ്ജ് കിട്ടണമെങ്കിൽ അതെല്ലാവർക്കും കിട്ടുന്ന ഒരു കാരണം ഇതിൻ്റെ നമ്മൾ ഫെയിൽ ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ എല്ലാ മോട്ടിവേഷൻ സ്റ്റോറി ഒക്കെ പറയുന്നത് ഫെയിൽ അഗെയിൻ, ഡു അഗെയിൻ, ഫെയിൽ അഗെയിൻ. പക്ഷെ ട്രേഡിങ്ങിൽ നമ്മൾ ഓരോ തവണ ഫെയിൽ ആവുന്നവർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുക. അതെ. പക്ഷേ ഈ
നമ്മൾ TP അടിക്കണതിനേക്കാളും ഏറ്റവും വലിയ ലെസൺ എന്ന് പറയുമ്പോൾ ഫെയിലാണ്. ലോസ് ആവുമ്പോഴാണ്. കാരണം അതങ്ങനെയാണ്. റിസ്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുത്തനും പറ്റത്തില്ല. ഇല്ല ഒരിക്കലും അത് ഒന്നാമത്തെ കാര്യം, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അതാ. പക്ഷെ നമ്മുടെ ഇപ്പൊ അതിൽ നമ്മൾ ഇറങ്ങി ചുറ്റി വന്നാൽ നമ്മുടെ ഒരു പ്രോപ്പർ സാധനം വേണം. എത്ര റിസ്ക് ചെയ്യണം നമ്മൾ ഓൾറെഡി അറിയണമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ട്രേഡിംഗിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഹൗ ഈസ് യുവർ ലൈഫ് അതർ ദാൻ ചാർട്ട്? ലൈക്ക് എങ്ങനെയാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത്? ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ചാർട്ടല്ലോ. ഔട്ട് ഓഫ് ദ ചാർട്ട്, യുവർ ഡയറ്റ്, യുവർ വർക്കൗട്ട്, അതേപോലെ തന്നെ എനി റീഡിങ് ഹാബിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ എനി ഹോബി? ട്രേഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാറുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ രാവിലെ എണീക്കും. രാവിലെ ഫിക്സഡ് ടൈം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എനിക്ക്. മോർണിംഗ് ആണ്, ഒരു 6 to 6:30 ആ ഒരു ടൈം. ഞാൻ കഴിഞ്ഞ് ഡയറക്റ്റ് ജിമ്മിൽ പോകും. എല്ലാ ദിവസവും ഞാൻ ജിമ്മിൽ പോകും, ഒരു വീക്കിലി 5 days. പിന്നെ കറക്റ്റ് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ. ജങ്കൊന്നും ഒന്നും കഴിക്കാറില്ല, ഷുഗറില്ല, സാധനമില്ല. ആൻഡ് റീഡ് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ ഹോബീസ് എന്ന് പറയുമ്പോൾ ഇല്ല, എനിക്ക് അങ്ങനെ അത് കുഴപ്പമില്ല. കാര്യം മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് ഞാൻ സംസാരിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ ഒരു ഹോബിയോ കാര്യങ്ങളൊന്നും ഇല്ല. ദേ ആർ ലിറ്ററലി റിലൈങ് ഓൺ ദെയർ തിങ്സ്. മെയിൻലി അവർ നോക്കുന്ന അവരുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ വേറൊരു കാര്യം പറയട്ടെ, എന്നാണെന്നറിയോ? ഇപ്പൊ സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുക്ക് ഓഫ് ടേബിൾ അല്ലാതെ, അത് ഞാൻ കുറെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. മോങ്ക് മോഡ്, ഗോസ്റ്റ് മോഡ്, മറ്റേ ഡോപ്പോമിൻ ഡീടോക്സ്, ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള സർട്ടൻ ടൈമിലേക്ക് ട്രൈ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പേഴ്സൺ ഡിപ്പെൻഡ്, അവരുടെ ലൈഫും അവരെന്താണെന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവർക്ക് തന്നെ ഒരു ലൈഫ് കിട്ടും. നമ്മൾ തന്നെ ഉണ്ടാക്കും നമ്മുടെ ഒരു പർപ്പസ് ഓഫ് ലൈഫും നമ്മളെങ്ങനെയാണ് നമ്മുടെ രീതിയിൽ ഡിസിപ്ലിൻ ആവേണ്ടതെന്നൊരു സംഭവം കിട്ടും. അത് നമുക്ക് ലൈഫ് ലോങ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേന്ന് പറയുമ്പോൾ 30 day ചാലഞ്ച്, 40 day ചാലഞ്ചിലൊന്നും കാര്യമില്ല. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം വേണം. ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ്. ലൈഫ് ടൈം നമ്മുടെ ഒരു ഡെയിലി അങ്ങനെ ജീവിക്കണ ഒരു സെഗ്മെന്റിലേക്ക് എത്തണം. അപ്പൊ അത് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം കേട്ടോ. അങ്ങനെ അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഡയറ്റ് ഒക്കെ ആൾക്കാർക്ക് കൊടുക്കാറുള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ ഡയറ്റ് ഞാൻ ബിൽഡ് ചെയ്യുമ്പോഴും ഞാൻ ഒരിക്കലും ഫാൻസി ഡയറ്റ് ഒന്നും എടുക്കാറില്ല. കാര്യം എനിക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്നത് അത് വെച്ചാൽ ലൈഫ് സ്റ്റൈലാണത്. അതൊരു വലിയ ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞു. ഓക്കെ, ദെൻ കോൺട്രവേഴ്ഷ്യലിലോട്ട് ഞാൻ പോകുന്നില്ല. എന്നാലും പറഞ്ഞോ, ലൈക്ക് ഹൗ ഈസ് യുവർ സ്പിരിച്വൽ ലൈഫ്? ലൈക്ക് അതെന്തുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീ എപ്പോഴും എന്നോട് സംസാരിക്കുന്ന കാര്യം, ദാറ്റ് ഇൻഫ്ലുവൻസ് യു ലോട്ട്, അത് എന്നോട് നീ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇന്നെ വാട്ട് എവർ ഇറ്റ് ഈസ്, കോൺട്രവേഴ്ഷ്യലോട്ട് പോകാതെ അതിൻ്റെ താഴെ നിന്ന് അല്ല അതിൻ്റെ മേലെ നിന്ന് സംസാരിച്ചാൽ മതി. കോൺട്രവേഴ്ഷ്യലിലേക്ക് പോകാത്തെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്പെസിഫിക് റിലീജിയൻ അങ്ങനെ ഫോളോ ചെയ്യണമല്ല. അത് റിലീജിയൻ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ റിലീജിയൻലി അങ്ങനെയല്ല. അത് എൻ്റെ ഒരു രീതിയാണ്. മനസ്സിലായി. പിന്നെ ഗോഡ് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുമായിട്ട് സംസാരിച്ചാൽ കുഴപ്പമില്ല, സംസാരിച്ചു മൈക്കിനകത്ത് പറഞ്ഞു. ആ ഗോഡ് എന്ന് പറയുമ്പോൾ ഇപ്പം ബ്രോയ്ക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യാൻ പോകുന്ന പറയട്ടെ, നമ്മുടെ ഇന്നർ സെൽഫിൽ നിന്നൊരു സംഭവം എന്ന് പറയും, എടാ നീ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നീ അവിടെ അല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്. അത് നമ്മളെന്തെങ്കിലും ബാഡായിട്ട് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ നമുക്കറിയാം ഈ സാധനം ചെയ്താൽ ഫ്ലോപ്പ് ആവും. അപ്പോൾ ആ ഇന്നർ മൈൻഡിൽ നിന്നൊരു സംഭവം വന്നിട്ട് അത് ക്യൂർ ചെയ്യണമല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ അതാ ഞാൻ ഗോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഡു യു പ്രേ? മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ? മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം എത്രത്തോളം വർക്കിംഗ് ആണ് ആക്ച്വലി? ശരിക്കും പറഞ്ഞാൽ ഈ ലൈഫെ മാനിഫെസ്റ്റ് ചെയ്തതാ. ഓക്കെ. ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ യുവർ ഫസ്റ്റ് പേ ഔട്ട് മാനിഫെസ്റ്റ് ചെയ്ത കാര്യമാണ്? ഫസ്റ്റ് പേ ഔട്ടിലേക്കല്ല, അല്ല പേ ഔട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാനിഫെസ്റ്റ് അതാ ഞാൻ ഇപ്പോൾ ഒരു സംഭവം അത് ആദ്യം ഞാൻ ട്രേഡ് ചെയ്തത്, എനിക്ക് ഇങ്ങനത്തെ ഒരു ട്രേഡിങ് ലൈഫാണ് ഇഷ്ടം. ഓക്കെ. അതായത് എനിക്ക് സ്ട്രെസ് ഉണ്ട് നമുക്ക്, പക്ഷെ എനിക്ക് അൺവാണ്ടഡ് തിങ് ട്രേഡിങ്ങിൽ സ്ട്രെസ് പാടില്ല എന്നുണ്ടാവും. അത് നമുക്ക് ഞാൻ കയറുന്നു, എൻ്റെ ഒരു പ്രോപ്പർ സാധനം എടുക്കുന്നു, ഇറങ്ങി പോകണം, അങ്ങനത്തെ ഒരു സെഗ്മെന്റിലേക്ക് വന്നൊന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യം എനിക്കതാകാൻ പറ്റിയില്ല. കാരണം ഒബിയസ്ലി ഞാൻ പറഞ്ഞ പോലെ അത് അങ്ങനെ ആവാണ്ടിരുന്ന നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഒത്തിരി വഴി കൂടെ പോയി, മനസ്സിലായി, അതെനിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് എന്താണ് ഇത് ആ ഒരു രീതിയിലുള്ള ലൈഫ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രേഡിംഗ് പറയുന്നത് ഒരു മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഡിസിപ്ലിൻ ജീവിക്കാന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ജീവിക്കണ ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ജീവിക്കണ മെത്തേഡ് എന്ന് പറയുമ്പം എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ പക്ക ഒരു എഡ്ജ് ഉണ്ട്. കാരണം എനിക്ക് പണ്ട് എഡ്ജ് ഇല്ലായിരുന്നു. VLP LPയിലേക്ക് വന്ന മുമ്പാണെങ്കിലും
VLP ILP വന്നു കഴിഞ്ഞ് 2025 എനിക്ക് എഡ്ജില്ലായിരുന്നു. സോ ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട് ഇൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ്. അതിൽ നമുക്ക് കറക്റ്റായിട്ടൊരു ഗ്രാഹ്യമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഗ്രാഹ്യത്തോട് കൂടി ഇരുന്ന് ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി ട്രേഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ആയത്. അപ്പോൾ ആ ഒരു പാത്തിലേക്കുള്ള, അപ്പോൾ അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ VLP ILP ഞാനെങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടുണ്ടോ? ഞാൻ അതെനിക്കറിയാതെ ബ്രോ അല്ലായിരുന്നു ആദ്യം എല്ലാ വീഡിയോ കുറേ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രോ ആദ്യം കണ്ടുപിടിച്ച സാധനമാണ്. അതെ, ലൈക്ക് എല്ലാത്തിലും ഉള്ളൊരിത് കാര്യം ഇത്രയും ചിന്തിച്ചാൽ മതി. ലൈക്ക് നീ എല്ലാവരും എനിക്ക് സെറ്റപ്പ് വേണം, ഞാൻ ആ സാധനം ഇരുന്ന് ഇൻഡെപ്തായിട്ട് ആലോചിച്ചെടുത്തൊരു സാധനമാണ്. ലൈക്ക് സോ ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന സാധനമല്ല VLP ILP. കാര്യം നിനക്കറിയാം, കുറേ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്. എനിക്ക് ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചു, സ്ക്രീൻഷോട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചത്. എനിക്ക് അറിയാത്ത ഒരാളാണ് മെസ്സേജ് അയച്ചത്, നമ്പർ സേവ്ഡ് അല്ല, അങ്ങനെ ഞാൻ അറിയാത്തവരെന്ന് പറഞ്ഞത്. ആളെനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ബ്രോ താങ്ക് യു, എൻ്റെ പേ ഔട്ട് എടുത്ത് പറഞ്ഞു 3-4 പേ ഔട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്ക് അയച്ചത്. നമ്മുടെ മെൻറ്റർഷിപ്പിൽ അല്ല, മെൻറ്റർഷിപ്പിലുള്ള ആളല്ല, എനിക്ക് എങ്ങനെ മെസ്സേജ് നേരത്തെ അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആളിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ബ്രോ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്യണം. ആള് പറഞ്ഞ് എൻ്റെ മെൻറ്റർ, ഞാൻ പിന്നെ എനിക്ക് ആൾ ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല, ആളെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പേരെടുത്ത് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആളെ എൻ്റെ മെൻറ്റർഷിപ്പിനെ എടുത്തില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ബ്രോയ്ക്ക് എൻ്റെ മെൻറ്റർഷിപ്പിൻ്റെ ആവശ്യമില്ല, ബ്രോ ചെയ്ത് മുമ്പോട്ട് പോകും, ബ്രോയ്ക്ക് ഒരു സാധനം ക്ലിക്ക് കിട്ടും, എന്നിട്ട് മുമ്പോട്ട് പോകും. അങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോകും. ആൾ ഇന്നലെ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു. എനിക്ക് ഒരാഴ്ചയിൽ ഒരു 3-4 പേരെങ്കിലും എനിക്ക് അറിയാത്തവരെനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ കുറേ പേര് ഹെൽപ്പ് ചെയ്തു. പക്ഷേ ബ്രോ ഞാൻ മെൻറ്റർഷിപ്പ് എടുക്കുന്നതിന് മെസ്സേജ് എനിക്ക് റിപ്ലൈ തരുമായിരുന്നു. കാരണം ഞാൻ തരും, എനിക്ക് അറിയാതെ. ആദ്യം എനിക്കിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ദിവസം 15 SL അടുപ്പിച്ചടിച്ചു ഫോറക്സിൽ. അത് ഞാൻ ബ്രോനോട് അയച്ചാൽ ബ്രോ പറഞ്ഞാടാ എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ നീ ഇത് നിൻ്റെ സിസ്റ്റം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു. സിസ്റ്റം എനിക്ക് സ്ട്രാറ്റജി ആയിരുന്നു എൻ്റെ മെൻറ്റർഷിപ്പിൽ ഇല്ലാത്ത സമയത്ത് അത് ആ ഒരു മെസ്സേജ് കഴിഞ്ഞ് അടുത്ത ദിവസം മെൻറ്റർഷിപ്പ്. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ലൈക്ക് ഇതിന് മുന്നേ നമ്മൾ ഫോൺ ചെയ്തവരെ സംസാരിച്ചിട്ടുണ്ട്, ഈവൻ ബിഫോർ ജോയിൻ മെൻറ്റർഷിപ്പ് ഓൾസോ. പിന്നെ ഒരു അൺലോജിക്കായിട്ടൊരു സാധനം പറയാം, ബ്രോയുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേ ലിസ്റ്റ് സ്ട്രെച്ചർ ആൻഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന സംഭവം അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ക്യൂരിയോസിറ്റി വന്നിട്ടുണ്ട്. കാരണം സ്ട്രെച്ചർ ആൻഡ് ലിക്വിഡിറ്റിയുടെ ഒരു 3 നോട്ട് തന്നെ എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്, ഞാൻ ചെയ്ത് പഠിച്ചത്. അപ്പോൾ അത് കണ്ടപ്പോൾ കൊള്ളാലോ സ്ട്രെച്ചർ ആൻഡ് ലിക്വിഡിറ്റി, അങ്ങനെ അത് എനിക്കൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ലൈക്ക് ഇതൊരു വേറൊരു സാധനം. നമ്മുടെ ഈ ചാർട്ട് അങ്ങോട്ട് തുറക്കുമ്പോൾ കുറെ കാണുന്ന ക്യാൻഡിൽസ് പലരും പല പേഴ്സ്പെക്റ്റീവിലാണ് കാണുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന മരം, ഇതിനകത്തൊരു ആർട്ട് ഉണ്ട്, ഇതിനകത്തൊരു പാറ്റേൺ ഉണ്ട്. ഹ്യൂമന്റെ ഏറ്റവും വലിയൊരു കഴിവാണ് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നത്. ഇവല്യൂഷനിൽ നമുക്ക് കിട്ടിയ സാധനമാണ് അത്. ചില ആൾക്കാർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്, പണ്ട് അങ്ങനെയായിരുന്നു. അതായത് ചാർട്ടിൽ നമ്മൾ ഒന്നും ചെയ്യാണ്ട് വെറുതെ കയറുന്നിരിക്കും, ഈ ഒരു ഡോപ്പമിന്റെ സ്പൈക്ക്. അതൊരു സാധനമാണ് ആക്ച്വലി. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, ഞാൻ ടേപ്പ് റീഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ചാർട്ട് ചെയ്യാൻ ഡ്രോ ചെയ്യുന്നത്. എനിക്കിപ്പോ ഞാൻ ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യുന്നത്, എനിക്ക് ഒരു ഡ്രോയിങ്ങിന്റെ ആവശ്യമില്ല, എനിക്ക് ഒരു ഡ്രോയിങ്, എനിക്ക് ഒന്നിന്റെ ആവശ്യം. എന്റെ കൺമുന്നിൽ കാണാം ഈ സാധനം പ്ലേ ചെയ്ത് എനിക്ക് എവിടെ ട്രേഡ് എടുക്കണം. ഈവൻ നമുക്ക് ഹയർ ടൈം ഫ്രെയിം നറേഷന്റെ ഡ്രോയിങ് പോലും ആവശ്യമില്ല. അതെ, കാരണം മിറ്റിഗേറ്റ് ചെയ്ത് അതിന്റെ മൂവ്മെന്റ് നമുക്കറിയാം. എൻക്യൂല് നമ്മൾ ട്രേഡ് ചെയ്ത് വരുമ്പോ എനിക്ക് കറക്റ്റ് എങ്ങനെ മൂവ് ചെയ്യുന്ന നമുക്കറിയാം. ഇന്ന പെർസ്പെക്റ്റീവിൽ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനത്തെ മാർക്കറ്റാണ് ഇങ്ങനത്തെ മൂവ്മെന്റ് ആയിരിക്കും. പക്ഷെ ഞാനിപ്പോ ഒരു പബ്ലിക് മീൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ടേപ്പ് റീഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഡൗട്ട് വരരുത് ഇതെന്തുകൊണ്ട് അവിടെ ട്രേഡ് എടുത്ത് വെസൽ വെച്ചു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാനും വരയ്ക്കാറുണ്ട് കേട്ടോ പേഴ്സണലി. കാരണം അതെ അത് ബെയർ ചാർട്ടില് ഞാൻ നോക്കിയിട്ട് ഇൻഡിക്കേറ്റർ അതേപോലെ ഈ സാധനങ്ങളൊക്കെ ഓവർ റേറ്റഡ് ആണ്. എൻ്റെ ആവശ്യമില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് പറയല്ല, ഓവർ റേറ്റഡ് ആണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സാധനം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വഴിയുണ്ട്, എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബ്രോ. പക്ഷെ അതിന് ആവശ്യം ഇൻഡിക്കേറ്റർ ഉണ്ട്, ആവശ്യം അല്ലാത്തതുണ്ട്. ഇപ്പൊ ചില ഇൻഡിക്കേറ്റർ അതിന്റെ പേര് ഞാൻ മറന്നു, ഈ മാക്ഡി എന്ന് പറയുന്ന സംഭവം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ആ സാധനം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം ഒരു ബൈസെല്ല് ഉണ്ട്. ഈ സാധനമൊക്കെ വേസ്റ്റാന്ന് ഞാൻ ഓപ്പണായിട്ട് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ട് പോകാന്നിരിക്കട്ടെ, നാളെ ഒരു ദിവസം നമ്മൾ ട്രേഡിങ് എടുത്തു ഈ സാധനം കണ്ടില്ല, ചാർട്ടി വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അല്ല. നമുക്ക് അതിനകത്തൊരു മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോജിക്. മാത്തമാറ്റിക്സ് ഇന്നലെ ആരോട് എനിക്ക് ഇംഗ്ലീഷിനാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല, ഒരാളെ ഞാൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു, ലൈക്ക് ട്രേഡിങ് പക്ക മാത്തമാറ്റിക്സ്. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഏതിനെയും ഫേക്ക് ചെയ്യാം,
ഫിസിക്സിനെ നമുക്ക് ഫേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വേറെ രീതിയിൽ നമുക്കിപ്പോൾ ഒരു ഗ്രാവിറ്റി വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ നമുക്കിപ്പം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ വേറെ കോമ്പൗണ്ട്സ് ആഡ് ചെയ്ത് കെമിസ്ട്രിയിൽ നമുക്ക് വേറൊരു ഇപ്പം വെള്ളം എന്ന് പറയുന്നത് H2O പകരം വേറെ രീതിയിൽ നമുക്ക് H2O ആക്കാൻ പറ്റും. വേറെ രീതിയിൽ പറ്റും. അപ്പോൾ അതേപോലെ ബയോളജിക്കൽ ആണെങ്കിലും നമുക്ക് വേറെ രീതി. അപ്പോൾ ബയോളജിക്കൽ നമുക്ക് ഈ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന സാധനം ഒരിക്കലും നാച്ചുറലി നടക്കുന്ന സാധനമല്ല. ഇതെല്ലാം ഫേക്ക് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ മാത്തമാറ്റിക്സ് ഒരിക്കലും ഫേക്ക് ചെയ്യുന്നില്ല. അതാണ് 1+1 രണ്ടാണ്. അത് അങ്ങനെയാണ് ലോകത്തിൽ. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന യൂണിവേഴ്സിന്റെ ലാംഗ്വേജാണ്. ആ യൂണിവേഴ്സൽ ലാംഗ്വേജിനെ ഫേക്ക് ചെയ്ത യൂണിവേഴ്സ് തന്നെ ഇല്ല അവിടെ. അത് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ അത് ചിന്തിക്കുമ്പോൾ അത് അവിടെ ഇല്ല. ഇതിനകത്ത് ഇപ്പൊ പറയണേ +2 ലെവലിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാം. +2 ലെവലിൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടൊരു +2 പഠിക്കാനുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അവിടെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ മാത്രം അവിടെ ഇലക്ട്രോൺസ് വേറെ രീതിയിൽ ആക്ട് ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞത്. അവിടെ നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഇല്ല. പറഞ്ഞത് അത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിൽ നമ്മൾ ആ പെർസ്പെക്റ്റീവിലൊക്കെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ട്രേഡിങ്ങിൽ സസ്റ്റെയിൻ ചെയ്ത് മുമ്പോട്ടാൻ പറ്റത്തുള്ളൂ. നമ്മൾ ലോജിക്കാണ്. ലോജിക്ക് അതാണ് ലോജിക്ക്. ലൈക്ക് അപ്പൊ അങ്ങനത്തെ എനിക്ക് തോന്നുന്നില്ല എത്ര പേര് ഇങ്ങനെ ചിന്തിക്കും. ഇപ്പൊ നിനക്കിപ്പോ ഞാൻ പറഞ്ഞത് റിലേറ്റ് ചെയ്യാൻ മനസ്സിലായില്ലേ? അതേപോലെ വേറെ ഒരാൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാകൂ ഇല്ലെന്നുള്ള പറയാൻ പറ്റത്തില്ല. പൊട്ടത്തരാ പറയുന്നത്. അയാളുടെ വേ ഓഫ് പെർസ്പെക്റ്റീവ് അയാൾ തിങ്ക് ചെയ്യണം എങ്ങനെയാന്ന് വെച്ചാൽ അയാൾ അതല്ലേ. ഇപ്പൊ ട്രേഡ് ചെയ്യാൻ ആൾക്കാർ തന്നെ പല രീതിയിലാണ് ട്രേഡ് ചെയ്യാൻ. അതെ അതെ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ഇൻഡിക്കേറ്റർ വൈസ് ട്രേഡ് ചെയ്യാൻ പറ്റും. അവർക്ക് ലോജിക്ക് വേണ്ട. ദേ ആർ ലിറ്ററലി അവർക്ക് മണി ആ ഒരു സെഗ്മെന്റ്. പക്ഷെ ഇത് എത്ര നാൾ സസ്റ്റെയിൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല മാഗ്ഡി. അത്യാവശ്യം അത് ഒരു കുറച്ച് ഞാൻ ബോളിഞ്ചർ ബാൻഡ്, മാഗ്ഡി, RSI, അതേപോലെ ഇലോട്ട് വേവ് തിയറി, ഞാൻ ഈ സാധനം എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഇതെല്ലാം. ഇപ്പൊ മാഗ്ഡിനെ പറ്റി പറയണതിന് കുഴപ്പമില്ലല്ലോ. ഇല്ല, പറഞ്ഞോ. മാഗ്ഡി എന്ന് പറയുന്ന ഒരാളുടെ സാധനം അല്ലല്ലോ. അതില് ആ സാധനം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം നാൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് മൊത്തം വിൻസ് ആയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് നേരെ റിവേഴ്സ് അടിക്കും. പിന്നെ തന്നെ എല്ലാത് ഫേക്ക് സിഗ്നൽ, അല്ലെങ്കിൽ തന്നെ അത് ഫേക്ക് സിഗ്നലാ തന്നെ. പക്ഷെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ആക്യുറസി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഡൗൺ ആയി വരും. അപ്പൊ അതിനകത്ത് എന്ത് കാര്യമുള്ളൂ നമ്മള് മനസ്സിലായി. അതൊരു കാര്യം. പിന്നെ ചില ആൾക്കാർ പറഞ്ഞ പേരൊന്നും പറയാനില്ല. ചില ആൾക്കാർ പറയണോ നിങ്ങൾ ഇത് എന്താണ് ഇത്ര സമയം നിങ്ങൾ ജോലിക്ക് പോവുക, അത് കഴിഞ്ഞ് വൈകിട്ട് വന്നിരിക്കുക, ട്രേഡ് ചെയ്യുക, പഠിക്കുക, പാസീവ് ഇൻകം എന്നൊക്കെ പറഞ്ഞു. പാസീവ് ഇൻകം. അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ആൾക്കാർക്ക് മണ്ടന്മാരാണോ? അതെ അതെ അതെ. അതെന്ത് പരിപാടി? അതാണ് കാര്യം. അവിടെ എന്ത് ലോജിക്കല്ലേ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് അത് വലിയൊരു കാര്യമാണത്. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, ഈ ഏറ്റവും കൂടുതൽ ഈ സിസ്റ്റം, ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന ഫീൽഡ് ഇപ്പം നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിനകത്ത് 99.9% മാനിപ്പുലേഷൻസ് ആണ്. ലിറ്ററലി 0.1% ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിനകത്ത് റിയൽ ആയിട്ട് സംസാരിക്കുന്ന, റിയൽ ആയിട്ട് എക്സ്പോസ് ചെയ്യുന്ന. അപ്പം ഇത് ഇൻഫ്ലുവൻസ് ആവും നല്ല പോലെ ആൾക്കാർ. ഇത് ഇൻഫ്ലുവൻസ് ആവണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പോയിന്നിരിക്കട്ടെ, ഈ സ്ഥലത്തൊക്കെ അത്യാവശ്യം ഫീസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഒരാൾ പോയിട്ട് ഫീസ് അടച്ച് ചേർന്നു, അവിടെ ചെല്ലുമ്പോൾ ലിറ്ററലി അവിടെ അവർ ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. കാരണം അവരുടെ അണ്ടറിൽ ഇരുന്നാണല്ലോ ട്രേഡ് ചെയ്യണം. ചിലപ്പോൾ അവരുടെ ബ്രോക്കറിലായിരിക്കും. അവരുടെ ബ്രോക്കറിൽ ഒബിയസ്ലി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം നമ്മള് പൊളിയാണ്, നമ്മൾ ട്രേഡ് ചെയ്യേണ്ട പൈസ ഉണ്ടാക്കണം, വീട്ടിൽ വരും. വീട്ടിൽ വന്ന് കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഡൗൺ ആവും. കാരണം അവർക്ക് അന്ന് കിട്ടിയ ഗൈഡൻസ് ഇന്നില്ല. അന്ന് അടുത്ത ആള് ട്രേഡ് ചെയ്യിപ്പിച്ചു, ഇന്ന് ആരും ഇല്ല. അതാ ഡിപെൻഡന്റ് മൈൻഡ് സെറ്റ്. പിന്നെ അവര് മാർക്കറ്റിൽ ഒരു ലോജിക്ക് പഠിച്ചിട്ടില്ല, അവരെ കുറച്ച് സ്ട്രാറ്റജീസ് പഠിപ്പിച്ചിട്ടുണ്ടാവും. എനിക്കറിയില്ല കേട്ടോ അവിടെ ലിറ്ററലി എന്താ സംഭവിക്കണമെന്ന്. പക്ഷെ നമ്മളെ റേഷ്യോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവില്ല എത്ര ആൾക്കാർ. എനിക്കറിയാം, കാര്യം നമ്മുടെ മെന്റർഷിപ്പിലുള്ള പകുതി കൂടുതൽ ആൾക്കാരും പല മെന്റർഷിപ്പിലും കേരളത്തിലുള്ള, ഞാൻ പറയുന്നില്ല പേരെടുത്ത, അത്യാവശ്യം നല്ലപോലെ പേരെടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും കുറെ ട്രേഡിംഗ് ഇൻഫ്ലുവൻസേഴ്സും പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇതിനകത്തുണ്ട്. അപ്പൊ അവരൊക്കെ എന്താ ടീച്ച് ചെയ്യുന്നത് എന്താണെന്നുള്ള എനിക്കറിയാം. അവര് ഇപ്പം പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട. കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് എത്ര 8,000 രൂപ കണ്ട് ഓർമ്മ. പക്ഷെ ഇന്ന് എനിക്ക് നോക്കുമ്പോൾ 8,000 ഞാൻ വേറെ എറിഞ്ഞു കളഞ്ഞ അവസ്ഥയാണ്. കാരണം ഇപ്പൊ 8,000 രൂപ ഒരു ഫണ്ടടക്കൊന്നും മേടിച്ചു. സത്യം പറയാം, കാര്യം പറഞ്ഞാൽ അതിനകത്തുനിന്ന് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു സാധനം ലോജിക്കായിട്ടില്ല.
അന്നും എനിക്ക് ലോജിക്കായിട്ടില്ലായിരുന്നു കേട്ടോ, ഈവൻ ദോ ഐ ആം എ ബിഗിനർ. പക്ഷെ അന്ന് ഞാൻ മെയിൻലി അത് നോക്കണം എന്തെങ്കിലും ലോജിക് ഉണ്ടോ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ പോയി എന്താ കാരണം. അല്ലാണ്ട് നമ്മൾ ഒരു വര വരച്ചോ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടോ അത് പറഞ്ഞു ഇപ്പം ചിലരോട് ചോദിച്ചാൽ അത് അങ്ങനെയാണ് മാർക്കറ്റിന്റെ ബിഹേവിയർ അങ്ങനെയല്ല, അങ്ങനെ ചിലർ പറയും. ഇപ്പം ഇന്നലെ അല്ല മിനിയാന്ന് എനിക്കുള്ളൊരു മൂവ് ഉണ്ടായിരുന്നു. ടൈം നമ്മൾ 9:30 അല്ല മൺഡേ ആയിരുന്നു മൂവ്, പക്ഷെ നമ്മള് ട്യൂസ്ഡേ കണ്ടേ മറ്റേ റണ്ണ് ഞാൻ പറഞ്ഞത് എല്ലാരും മനസ്സിലായോ. പക്ഷെ ഞാൻ ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ, ഇതെന്താണ് എല്ലാരും ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ഡയറക്റ്റ് ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോയി, സാധനം താഴെ വന്നു, ഒരു ML സ്വീപ്പ് ചെയ്തു, മേളിലേക്ക് അങ്ങ് പോയത്. ആ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും എല്ലാരും വലിയ കാര്യമായിട്ട് അൺപ്രഡിക്റ്റബിൾ മൂവ്. ഇതെന്താ ഈ സാധനം നടക്കുന്നറിയാം, പക്ഷെ മൂവ്മെന്റ് കമ്പാരിറ്റീവ്ലി അതൊരു ഹൈ റെസിസ്റ്റൻസ് ആണെന്നുള്ളത് അത്രേ ഉള്ളൂ. അതൊരു നല്ല റെസിസ്റ്റൻസ് ഓഫ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അതെ. അയ്യോ അത് ആ ദിവസം ഇൻസ്റ്റാഗ്രാം തുറക്കണമായിരുന്നു, ഫുള്ള് ഓവർ ഹൈപ്പ് ചെയ്ത സാധനമായിരുന്നു. അതപ്പോ അങ്ങനെയുള്ളൊരു ഒരു അതങ്ങനെയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ദിവസം തന്നെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ നമ്മുടെ ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ റണ്ണിന്റെ റീസൺ എന്താണ്. ലൈക്ക് അതാ പറയാ, ആ ലോജിക് വൈസ് എന്താ വീഡിയോ എടുക്കുക. അപ്പൊ ആ ലോജിക് വൈസ് ചിന്തിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് ലൈക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുള്ളൂ. ട്രേഡ് ചെയ്യാൻ കഴിയുന്നുള്ള മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ട്രേഡ് ആർക്കും ബൈ ചെയ്യാം, സെല് ചെയ്യാം. ഇപ്പൊ വന്നിട്ട് പോയില്ല, അവനെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ട് ബൈ ചെയ്യുക. അതെ, അതാ പറഞ്ഞ ട്രേഡറും അതാ ട്രേഡർ എന്ന് പറയുന്ന ഒരു ബാഡ്ജ് കിട്ടുന്നതും ട്രേഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ഡിഫറെന്റാ. അത് ഞാൻ പറഞ്ഞ പോലെ ഒബിയസ്ലി ദ വേ ഓഫ് തിങ്കിങ്, അല്ലെങ്കിൽ അയാളുടെ ഒരു ഇന്നറുള്ള സംഭവം വേണം, അല്ലേ? അത് ശരിക്കും അതെ ഒബിയസ്ലി അതാണ്. എങ്കിൽ മാത്രമേ ഈ പറയുന്ന സാധനത്തോട് സസ്റ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പറ്റത്തുള്ളൂ. അത് ഒരു പിന്നെ സ്പിരിച്വാലിറ്റി നമ്മൾ ട്രേഡിങ്ങിലേക്ക് പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് എല്ലാവർക്കും കിട്ടുകയില്ല. നമ്മളിതൊക്കെ ഓവർ എന്താണ് പറയണ്ടേ, എക്സാജറേറ്റ് ചെയ്യുന്ന പോലെ തോന്നും. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം ഞാൻ ഈ ഫണ്ട് അക്കൗണ്ട് പാസ്സാക്കി അല്ലെങ്കിൽ ഈ ഒരു വിഡ്രോൾ എടുത്തത്, ഞാൻ പറയാം അതെനിക്ക് ഗോഡ് തന്നാന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഗോഡ് തന്നാണ് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഗോഡ്, ഞാൻ വഴി ചെയ്യിപ്പിച്ചതായിരിക്കാം, മനസ്സിലായി. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് പ്ലാൻ തന്നതും ഇപ്പൊ ബ്രോയുടെ മെന്റർഷിപ്പ് കാണിച്ചു തന്നാണെങ്കിലും അല്ലെങ്കിൽ VLP ഞാൻ സെറ്റപ്പിനെ അങ്ങനെ പറയല്ല കേട്ടോ, മനസ്സിലായി. പക്ഷെ ഓൾ റൗണ്ട്ലി എല്ലാത്തിനും ഞാൻ ഒരു ലോജിക്ക് വെച്ച് കാണുന്ന ആളാണ്. അപ്പം ലോജിക്ക് വെച്ച് കാണുമ്പോൾ നമ്മളിവിടെ വെറുതെ പെടില്ലല്ലോ, പെടാൻ ഒരു കാരണം വേണം. ബ്രോയ്ക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല. അപ്പോൾ അവിടെ എത്തിപ്പെടാൻ ഒരു കാരണം വേണം, ഞാൻ ഈ സെറ്റപ്പിലേക്ക് വരാൻ ഒരു കാരണം വേണം. അതുപോലെ ഈ സെറ്റപ്പ് ലോജിക്കായിട്ട് ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യാൻ പോകാനും ഒരു കാരണം. അപ്പൊ അങ്ങനെ ചെയ്തില്ലായിരുന്നേ എത്തൂലായിരുന്നല്ലോ ഒരിക്കലും. പിന്നെ ആ ഒരു ഫെയിലിംഗ് ഫേസിൽ കിടന്ന് ഇങ്ങനെ ലൂപ്പായി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അതിന് കാര്യമില്ല. ദർ ഈസ് എ റീസൺ. മേ ബി ചിലരതിനെ അതിനെ ഗോഡ് എന്ന് പറഞ്ഞ് വിളിച്ച്, ചിലരതിനെ ലക്ക് എന്ന് പറഞ്ഞ് വിളിക്കും, ചിലരതിനെ പല പെർസ്പെക്റ്റീവിൽ വിളിക്കും. ബ്രോ ശരിക്കും ലക്കിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? ലക്കുണ്ട്, ഐ ബിലീവ് ഇൻ ലക്ക്. പക്ഷേ ഐ ഡോണ്ട് ഓവർവെൽമിൻ ഓൺ ഇറ്റ്. കാര്യം ലക്കുണ്ട്, ലക്കില്ലായകല്ല. ലക്ക് എന്ന് പറയുന്നത് സയന്റിഫിക്കലി ഉണ്ടെന്നാണ്. നീ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ അറിയാം. അതിനെപ്പറ്റി കോറ പോലുള്ള സൈറ്റുകൾ പറയുന്നത് ലക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ട്. ലക്ക് ഈസ് ദേർ. ലക്കുണ്ട്, പക്ഷെ അത് ഒരിക്കലും ഒരു ഹ്യൂമന് റിലേ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഇല്ല, അയാളുടെ ലിവിംഗ്ഹുഡ് അതിനകത്തൊന്നും ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ബ്രോ ഈ വണ്ടി മേടിച്ചു, ഇപ്പം ബ്രോ പറയാണ് എനിക്ക് ലക്കുണ്ട്, അതാണ് എനിക്ക് വണ്ടി അങ്ങനെയല്ല. എന്റെ ഹാർഡ് വർക്കും എന്റെ ഞാൻ എത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്തിട്ടാ. പക്ഷെ അതിന് ഒരു ഇത് റീസൺ ഉണ്ട്. ഇപ്പം ബ്രോ പറഞ്ഞ പോലെ പല ആൾക്കാർ ഇപ്പം എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഗോഡ് പറയും. ബ്രോ എന്താ പറയാന്ന എങ്ങനെയാ പറയാനാ ബ്രോയുടെ സ്പിരിച്വാലിറ്റി എങ്ങനെയാ? എന്റെ സ്പിരിച്വാലിറ്റി എനിക്ക് പറഞ്ഞറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒരു റിലീജിയൻ ആണോ? അത് റിലീജിയസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡു ബിലീവ് ഇൻ ഗോഡ്. ഒരു റിലീജിയസ് വേയിൽ ഞാൻ ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കൺവെൻഷണൽ സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. ഈ പറയുന്ന എന്തെങ്കിലും ഒരു സഭ ഫോളോ അപ്പ് ചെയ്യുന്നതോ റിലീജിയസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളോടൊന്നും ഞാൻ വലിയ സെയിം. ഇപ്പൊ ഞാൻ മുസ്ലിമാണ്, അപ്പൊ ഞാൻ അള്ളാഹുല വിശ്വസിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് ഇങ്ങനെ മെയിൻലി ഇങ്ങനെ ഒരു ഇത്രയും ക്രൗഡ് പോകുമ്പോ അതിനകത്ത് നിന്ന് ഞാൻ ഡിഫറെന്റ് ആയിട്ട്, പക്ഷെ ഐ സ്റ്റിൽ ഫോളോ. ലൈക്ക് ഇത് പറയുമ്പോൾ ഒരിക്കലും കോൺട്രോവേഴ്ഷ്യൽ ആവരുത്, അതൊരിക്കലും ചിന്തിക്കാം. അതുകൊണ്ടാണ് ഇവിടെ റിലീജിയൻ എടുത്ത് പറയാത്തത്. ഇപ്പം എൻ്റെ പെർസ്പെക്റ്റീവ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഈസ് ലൈക്ക് ഞാനാണ് ഗോഡ്.
ഇപ്പം ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ലൈഫിൽ എന്തുണ്ടായാലും ഞാൻ ആക്ഷൻ എടുക്കുന്നത് കൊണ്ടാണ്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അതെനിക്കുണ്ട് സെൽഫ് ബിലീവ്. സെൽഫ് ബിലീവ്. അതെ. അത് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു ബാഡായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുവാണെങ്കിൽ നമ്മൾ ഇന്നർ സെൽഫ് നമ്മുടെ ഇന്നറിൽ നിന്നല്ല. ലൈക്ക് ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്, നമ്മളെന്ന് പറയുന്ന ഒരാളല്ല, രണ്ടുപേരാണ്. അതെ, അത് ചിന്തിക്കാൻ ആർക്കും അറിയത്തില്ലത്. അത് ചിന്തിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് 2 പാർട്ടുണ്ട്. ഈ ഇതിന്റെ പാർട്ടും ഇതിന്റെ ലെഫ്റ്റ് സൈഡ് വർക്ക് ചെയ്യുന്നത്, റൈറ്റ് സൈഡും റൈറ്റ് സൈഡ് അപ്പർ പോർഷനും ഈ ഒരു പോർഷനും. അതിന് നമുക്ക് ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യണം, മനസ്സിലായി? ചിന്തിച്ചു കൂട്ടണതും ഡയറക്റ്റും. അപ്പോൾ ഒന്ന് ചിന്തിച്ച് ഇങ്ങനെ ഞാൻ മനസ്സിലാവും, ഒരു ഹ്യൂമന്റെ ക്യാരക്ടർ അടക്കം നമുക്ക് DNA കോഡ് ചെയ്താൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് കോഡബിൾ ആണ്. അപ്പം അത്രയും ചിന്തിച്ചാൽ മതി. പക്ഷെ വേറെ കാര്യം, ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇതില്ലേ, നമ്മുടെ എന്താ പറയാ പുരോഗമനം, ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വളർന്നിട്ടില്ലല്ലോ. ഒരിക്കലും ഇല്ല. കാര്യം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടെക്നോളജി നല്ലപോലെ വളർന്നിട്ടുണ്ട്, പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ അഡാപ്റ്റ് ചെയ്തില്ല, അത്ര ഒരിക്കലും വന്നിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോ എക്സാമ്പിൾ ആണ്. ഇപ്പൊ പണ്ട് കാലത്ത് ഒരാൾക്ക് ഒരു പെണ്ണിന്റെ നേക്ഡ് ബോഡി കാണണമെങ്കിൽ ഒന്നെങ്കിൽ കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കണമായിരുന്നു, അല്ലെങ്കിൽ അയാളെ വൈഫിന്റെ അടുത്ത് പോകണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. അപ്പൊ ലിറ്ററലി ഒരു 5 വയസ്സുള്ള ചെറുക്കനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്ത് കാണാം. അതാ, പക്ഷെ ബ്രെയിൻ അതോട്ട് അഡാപ്റ്റ് ആയിട്ടില്ല. ബ്രെയിൻ നമ്മുടെ ഈ ടെക്നോളജിയുടെ സ്പീഡിനനുസരിച്ച് ബ്രെയിൻ അഡാപ്റ്റ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ആൻസൈറ്റീസും കാര്യങ്ങളൊക്കെ പണ്ടത്തെ കാലത്തെ ആൾക്കാരെക്കാളും കൂടുതൽ ഇപ്പോൾ ആൾക്കാർക്ക് ഡിപ്രഷന്. പണ്ടത്തെ ആൾക്കാർക്ക് ഡിപ്രഷൻ എന്താന്ന് പോലും അറിയത്തില്ല. കാര്യം പണ്ടത്തെ ആൾക്കാരെന്ന് ഞാൻ പറയുന്നത് ഒരു 100 വർഷം ബാക്കിലെടുത്താൽ മതി, ഒത്തിരി പണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ലൈക്ക് ഈ പറയുന്ന ടെക്നോളജി കൂടുന്നതിനനുസരിച്ച്. അതേപോലെ ട്രേഡിങ് എന്നെ എല്ലാം ഞാൻ ഗുഡ് സൈഡ് പറയുന്നതിനോട് ട്രേഡിങ് എന്നെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും പാടായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇമോഷണലെസ് ആവുന്ന പല സമയങ്ങളുണ്ടാകും. അതുകൊണ്ട് ബ്രോ, പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ എന്താടാ ഇങ്ങനെയെന്ന് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. നിനക്ക് എന്താടാ, നിനക്ക് വിഷമമൊന്നും വരുന്നില്ല, നിനക്ക് ഹൗ യു ആർ ഡൂയിങ് ദിസ് എന്നോട് മുഖത്തും. അതിപ്പോ ഞാൻ പറയാം, ഇപ്പം നമ്മളിപ്പോൾ ട്രേഡിങ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറും. അത് നമ്മൾ പണ്ടത്തെ ആളായിരിക്കില്ല ജീവിക്കണം. നമ്മുടെ മൈൻഡ് ഫുള്ള് ഉറങ്ങാൻ പറ്റും. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല പേഴ്സണലി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താ പറയാമെന്നല്ലോ, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മളിപ്പം ഇത് ബ്രോ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാനന്ന് 17 വയസ്സിൽ ട്രേഡിങ് എൻ്റെ മനസ്സിൽ കൂടിയ പിന്നെ അന്ന് എനിക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു സാധനം വന്നു. പിന്നെ ഞാൻ അങ്ങോട്ടും ഇവിടെ എടുത്ത പണിയും കാര്യങ്ങളെല്ലാം ഈ സംഭവത്തിന് വേണ്ടിയാണ്. അതായത് ക്യാപിറ്റൽ റേസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവത്തിന് വേണ്ടി. അത് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും. അത് ഇതിന്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതിന്റെ ഒരു വലിയൊരു കുഴപ്പം. ഇപ്പം നീ ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന വിചാരിച്ചു, നീ ഇപ്പോൾ കഴിഞ്ഞ ഒരു $1000 വിഡ്രോ എടുത്തു. അപ്പം നീ $1000 വിഡ്രോ എടുത്തത് ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈമിലാണ്, അതായത് അക്കൗണ്ട് ചെയ്ത് തുടങ്ങി സ്പാൻ ഓഫ് ടൈം. അപ്പം നീ അതിപ്പോൾ കേരളത്തിലാണ്, നീ ഒരു ബേസിക് സാലറി വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു 4-5 മാസത്തെ സാലറി ആയിരിക്കും ആ പറയുന്ന സാധനം. അപ്പം നീ ഒരു 20,000 അല്ലെങ്കിൽ 25,000 ഒരു മാസം സാലറി കിട്ടുന്ന ഒരു ജോലി ചെയ്യുമ്പോൾ നീ ചിന്തിക്കും, നിന്റെ ഒരു ദിവസത്തെ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഉണ്ടായിട്ടുള്ള എമൗണ്ട്. ഒരിക്കലും നിനക്ക് അതിൽ സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിന്റെ ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ്. ഒരു ട്രേഡർ ഇതിന്റെ ഒരു ഗുഡ് സൈഡ് അറിഞ്ഞ ഒരാൾക്ക് തിരിഞ്ഞൊരു ജോലിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല സന്തോഷത്തോടെ. അതിന് എത്ര ഹൈ പേയിങ് ആണെങ്കിലും അയാൾ ഉടനെ തിരിച്ചു വരും. അയാൾ ഉടനെ ചിന്തിക്കുന്ന കാര്യം, ഓക്കെ ഇതിനേക്കാളും കൂടുതൽ എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. പിന്നെ ഇത്ര നേരം വർക്ക് ചെയ്യണോ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റിലേക്ക് വരത്തില്ല. അത് എത്ര ആൾക്കാർ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ട്രേഡിങ്ങിൽ 24 മണിക്കൂറും ചാട്ടിയിരിക്കണവരുണ്ട്. പക്ഷെ അതൊരു ട്രേഡിങ് അങ്ങനെയാണെങ്കിൽ ജോബും ട്രേഡിങ് തമ്മിൽ എല്ലാവരും ഫ്രീഡം എന്ന് പറയാം. പക്ഷെ എല്ലാവരും തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം ചാർട്ടിന്റെ ഫ്രണ്ടിൽ ഞാനും ചെയ്തിട്ടുള്ള എല്ലാവരും ഞാൻ പറയട്ടെ ബ്രോ. അപ്പൊ അന്നേരം എന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും പറയും, പൊതുവേ പറഞ്ഞ ബിഗിനേഴ്സിലാണ് ഞാൻ കൂടുതൽ കണ്ടേക്കണത്, ഒത്തിരി ബിഗിനറായിട്ട്. അത് മോർ ട്രേഡ് ഈസ് ഈക്വൽ ടു മോർ മണി എന്നുള്ളൊരു പെർസ്പെക്റ്റീവ്. പക്ഷെ അത് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ തന്നെ വരും മോർ ട്രേഡ് ഈസ് ഈക്വൽ ടു മോർ ലോസസ് എന്നുള്ളൊരു. എടുക്കണ ട്രേഡ് ഹൈ ക്വാളിറ്റി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. നമ്മുടെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ വേണം, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സത്യം പറഞ്ഞ അണ്ടർ റേറ്റഡ് സെറ്റപ്പ് എന്ന് പറയുന്ന സാധനം. ആൾക്കാർ സംസാരിക്കത്തൂടില്ല ഇതിനെപ്പറ്റി. സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ആരും സംസാരിക്കില്ല, എല്ലാവരും സ്ട്രാറ്റജി അത് ഇത് സെറ്റപ്പ് ഇൻക്ലൂഡ് എവരിതിങ്. നമ്മുടെ ആ ഒരു ഇപ്പം നമ്മൾ ഈ സംസാരിച്ച ഈ ഒരു സ്പിരിച്വൽ സ്റ്റഫ് വരെ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ ഇത് ആരും ചിന്തിക്കില്ല. അതാണ് അത് അങ്ങനെ എനിക്ക് തോന്നുന്നത് അത് 1% പോലും ഉണ്ടാവില്ല. കാരണം ഭയങ്കര ഔട്ട്സൈഡ് ദ ബോക്സ്. ഇപ്പൊ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്തമാറ്റിക്സിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇത് ഇങ്ങനെ കാര്യങ്ങൾ ചിന്തിക്കുക. അയാളൊക്കെ ഇങ്ങനെ ഇരുന്ന്
എൻ്റെ മണ്ടത്തരങ്ങളായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളത്. പക്ഷെ ഞാൻ പറയണ ബ്രോ, അപ്പൊ അങ്ങനെയാണെങ്കിലും പക്ഷെ ഇപ്പം ബ്രോ പറഞ്ഞത് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. എനിക്കത് ശരിക്കും ലോജിക്കായിട്ടോ തോന്നുന്നു. അല്ലാണ്ട് അത് എന്താ അങ്ങനെ പുള്ളി അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നി. എൻ്റെ ലൈഫിൽ എടുക്കുന്ന പല തീരുമാനങ്ങളും എന്നെ ട്രേഡിങ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്തിനാ പക്ഷെ എൻ്റെ ഡിസിഷൻ ആയിരിക്കും അവിടെ ഏറ്റവും ലാസ്റ്റ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കാരണം ഒരാൾ ലോജിക്കായിട്ട് ചിന്തിക്കണമെങ്കിൽ ഒരാൾ അഗ്രസീവായിട്ട് ചിന്തിച്ചാൽ ലോജിക്കായിട്ട് ചിന്തിച്ചാളെ അവിടെ വിൻ ചെയ്യത്തുള്ളൂ. അത് യൂണിവേഴ്സൽ ഫോർമുല. അതിപ്പോ എന്തായാലും ബിസിനസ് ആയാലും അങ്ങനെ തന്നെ. നമ്മളെ ലോജിക് ഇപ്പൊ നമ്മളൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ലോജിക്ക് ഫസ്റ്റ് അതിന്റെ പൊട്ടൻഷ്യൽ നോക്കും. അല്ലാണ്ട് എനിക്കിത് വേണം അഗ്രസീവായിട്ട് പോയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഫ്ലോപ്പ് ആവും. അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സോ അതൊക്കെയാണ് മെയിൻലി ഉള്ള കാര്യങ്ങൾ. ഇങ്ങനെ സംസാരിച്ചിട്ട് പോകും. സോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് ഒരു ബിഗിനർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ നിനക്ക്? അല്ല, ബിഗിനർന്ന് ഞാൻ പറയുന്നില്ല, നിന്റെ ഓൾഡർ സെൽഫിൽ ഇപ്പം നിൽക്കുന്ന ആൾക്കാരെ നീ കാണുകയാണെങ്കിൽ നീ എന്തായിരിക്കും അവരോട് പറയാ? എൻ്റെ ഇപ്പം നിൽക്കുന്ന ആൾക്കാരെ ഞാൻ ടൈം സേവ് ചെയ്യണം. അതുപോലെ തന്നെ അത്രയും ടൈമിൻ്റെ ആവശ്യമില്ല ഒരാൾക്ക്. ശരിക്കും ഇപ്പം അത്രയും ടൈമിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് സെറ്റപ്പ് ബിൽഡ് ചെയ്ത് വരുവാണെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും. പക്ഷേ ബിൽഡ് ചെയ്യണ സാധനം കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് പാത്തിൽ പോകണം. കറക്റ്റ് പാത്ത് എന്ന് പറയുമ്പം നമുക്ക് ഉറപ്പായിരിക്കണം ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആവും. കാരണം നമുക്കൊരു ട്രസ്റ്റ് വേണം. ട്രസ്റ്റ് വേണം. നമ്മൾ ഇത് ലോജിക്ക് കാണണം സംഭവത്തിൽ. പിന്നെ ഉള്ളിൽ നിന്നൊരു ഫയർ വേണം. എനിക്കിതാവണം. അല്ലാണ്ട് എനിക്ക് ഈ റിസൾട്ട് കണ്ടു അല്ലെ അടുത്ത ആൾക്കാരെ കണ്ടു അങ്ങനെയൊന്നും കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഉള്ള കാര്യം പറയാം. നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സംഭവം വേണം. എനിക്കിത് അച്ചീവ് ചെയ്യണം, എനിക്കിങ്ങനെ ആവണം, അങ്ങനെ ഒരു സംഭവം വേണം. പിന്നെ അയാൾ ബെസ്റ്റായിട്ടാണ് ജീവിക്കണമെങ്കിൽ ലൈഫ് മാറ്റുക. പിന്നെ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള. സോ എനിക്കറിയാം കുറേ കാര്യങ്ങൾ ലൈഫിൽ നിന്ന് പോവും. ഈവൻ ദോ ഫ്രണ്ട്സ് പോവും, എല്ലാം പോവും, റിലേഷൻഷിപ്പ് പോവും, കാര്യങ്ങളെല്ലാം പോവും, ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം പോവും. ലിറ്ററലി നമ്മളെല്ലാം സാക്രിഫൈസ് ചെയ്യും. കാര്യം ആ ഒരു പ്രോസസ്സ് അങ്ങനെ റണ്ണാവുള്ളൂ. കാരണം ബ്രോക്ക് അറിയാലോ, ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഫേസിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളായിരിക്കില്ല. നമ്മളെ പണ്ടത്തെ നമ്മളും ഇപ്പോഴത്തെ നമ്മളായിട്ട് ഒരു എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം എൻ്റെ പണ്ടത്തെ ഫോട്ടോ കാണിച്ച് തന്നു കഴിഞ്ഞാൽ ബ്രോ ഇത് ആരാന്ന് ചോദിക്കും. കാരണം അത്രത്തോളം ഞാൻ കുറേ തെറ്റായുള്ള കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ഗോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും മത്സരിക്കുന്ന വേറെ ആരോടും അല്ല, എൻ്റെ പഴയ ഓർഡർ സെൽഫിനോടാണ്. എൻ്റെ പഴയ ആളോടാണ് ഞാൻ എല്ലാ ദിവസവും മത്സരിക്കുന്നത്. സോ എപ്പോഴും ഇന്നലത്തെ ആള് പഴയ ആളായി, അപ്പോൾ എപ്പോഴും ഇമ്പ്രൂവ്മെന്റ് വന്നുകൊണ്ടിരിക്കും. എനിക്ക് ഞാൻ മിററിൽ പോയി നോക്കുമ്പോൾ എൻ്റെ പണ്ടത്തെ ഫിസിക്ക് എനിക്ക് കാണാൻ പാടില്ല. എൻ്റെ പണ്ടത്തെ മൈൻഡിലുള്ള ഒരു വ്യക്തിനെ എനിക്ക് കാണാൻ താല്പര്യമില്ല. സോ ഐ നീഡ് ടു ബിക്കം മോർ. മനസ്സിലായോ? അപ്പോൾ ഒരു ബിഗിനറിന് എന്താ കൊടുക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് റൈറ്റ് ആയിട്ട് സിസ്റ്റം ഉണ്ട്, കറക്റ്റ് ഫോളോ ഇതിൽ വേണം, അല്ലെങ്കിൽ ഇതിൽ തന്നെ എനിക്ക് സ്റ്റിക്ക് ചെയ്യണമെന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഫോളോ ചെയ്യുക, കറക്റ്റ് ഡിസിപ്ലിനായിട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക. ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ, ബ്രോനെ പ്രത്യേകിച്ച് പ്രൊമോട്ട് ചെയ്യുന്നല്ല കേട്ടോ, ഞങ്ങളായിട്ടൊന്നും ഇല്ല അങ്ങനെ കോൺട്രാക്റ്റ് ഒന്നും. പക്ഷെ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം സേവ് ചെയ്യാം. അതേ ഉള്ള വലിയൊരു ബെനിഫിറ്റ് അതാണ്. അല്ലെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റില്ല. ഞാൻ തന്നെ എക്സാമ്പിൾ ഞങ്ങളെ തന്നെ ചെയ്യുന്ന മോട്ടിവേഷൻ ആയിട്ട് വേണം എന്നെ എടുത്തോ. പക്ഷെ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, റൈറ്റ് ആയിട്ടുള്ള കാര്യം പോവാ. പിന്നെ ടൈം കളഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം. ഇനി ഈവൻ 20s കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ബെസ്റ്റ് ടൈം ഞാൻ അത് തുടക്കത്തിലൂടെ പറഞ്ഞു തുടങ്ങി. കാരണം 20s ഈസ് ദ കീ. 20s നമ്മൾ ബിൽഡ് ചെയ്യും. നമ്മൾ 30 കഴിഞ്ഞ് എന്താണെന്ന് നമ്മുടെ ലൈഫിൽ എന്നാന്നുള്ളത് നമ്മൾ 20s ഓൾറെഡി ബിൽഡ് ചെയ്യും. ഒരു 25-26 നിങ്ങൾ ആ ഒരു പാത്തിൽ നിങ്ങൾ കയറണം. പക്ഷെ എല്ലാവരും ട്രേഡർ ആവാനല്ലാട്ടോ പറഞ്ഞു. ട്രേഡർ ആവണമെന്നുള്ളൊരു പെർസ്പെക്റ്റീവ് അല്ല. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും പല പല കാര്യങ്ങളായിരിക്കും. ഇപ്പൊ നമുക്ക് ഡ്രൈവർ ഉണ്ട്, എല്ലാ രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഇല്ല നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഒരു പമ്പിൽ പോയാൽ പെട്രോൾ അടിക്കാൻ ആളുമാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പെട്രോൾ അടിക്കും? മനസ്സിലാവും. അപ്പൊ എല്ലാവർക്കും ഉള്ള പർപ്പസ് ഡിഫറെന്റ് ആയിരിക്കും. ട്രേഡിങ് മൈൻഡിലുള്ള ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം, ലോക്കിനാവുക, കറക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ഫോളോ ചെയ്യുക, കറക്റ്റ് സിസ്റ്റം ഫോളോ ചെയ്യുക, എന്തായാലും സക്സസ് ആവും. കാരണം ഇത് അതാ പറയുന്നത്, ഇതൊരു പറ്റാത്തൊരു കാര്യമാണെന്നൊക്കെ കുറെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ അല്ലേ? ഒന്നും നമുക്ക് ഇമ്പോസിബിൾ അല്ല. നമ്മള് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പോസിബിൾ അല്ലേ? നിനക്ക് എന്നോട് പറയാനുള്ള എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് അടിപൊളി മെൻറ്ററായിരുന്നു. മെൻറ്ററെന്ന് പറയാൻ പറ്റില്ല ബ്രോ. ബ്രോന്ന് വിളിക്കണതിന് കുഴപ്പമുണ്ടോ? നിനക്ക് എന്റെ പേര് വേണേലും വിളിക്കാം. അല്ല, ബ്രോ എന്റെ ബ്രദർ പോലെ വരും. ഹാൻഡ്സ് ഓഫ് മാൻ. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. സോ യാ ബൈ.